മനുഷ്യജീവിതത്തിന് മൂല്യം പകരുന്നത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം എന്നത് വളരെയേറെ അനുഗ്രഹീതമായ ഒരു മേഖലയാണ്. ഈ മേഖലയിലെ പ്രൊഫഷൻ ലീഡ് ചെയ്യുന്നവർ പ്രൊഫഷണൽസാണ് ഇരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അധ്യാപനം കൊണ്ട് നമുക്ക് നല്ല ഒരു സമൂഹത്തെയും നല്ലൊരു ഭാവിയെയും നല്ലൊരു നാടിനെയും സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. അധ്യാപനം മഹത്വമുള്ളതാകുന്നതും സുഖമുള്ളതാകുന്നതും നമ്മുടെ അധ്യാപനം കൊണ്ട് നമുക്കൊരു ഭാവി ലോകത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് എന്നത് നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ്. അല്ലെങ്കിൽ ഈ അധ്യാപനം നമ്മുടെ ഒരു ശല്യമായി മാറുകയും ചെയ്യും. ഇന്ന് നമ്മുടെ നാട് വളരുകയും ഉയരുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട്. എന്നാൽ ഇനിയും നേടേണ്ടിയിരുന്ന കുറേ ഉയരങ്ങൾ, ആ ഉയരങ്ങൾ ലഭിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും ഈ വിദ്യാഭ്യാസ പ്രക്രിയ ആയി മാറും. ഞാൻ ചെറിയ എൻ്റെ ഒരു അനുഭവത്തെ സ്പർശിച്ചുകൊണ്ട് ആമുഖം തീർക്കാം. ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സിറാജുൽ ഹുദ എന്നത്. അതിലെ സ്കൂളുകളെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ഏകദേശം 12 വർഷത്തോളം അധ്യാപകനായും മാനേജരായും ഒക്കെ സേവനം ചെയ്യാൻ അവസരമുണ്ടായതിനിടയിൽ പലപ്പോഴായി എൻ്റെ ഉറക്കം കെടുത്തിയിരുന്ന കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളുടെ ഒരു ഉത്തരമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ചെറിയ വാക്കുകൾ ഞാനത് പറയാം. ഒരു 3 സാമ്പിളുകൾ. ഒന്ന്, ഞാൻ പ്രവൃത്തി പദത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യമായി ലഭിച്ച ഒരു ടാസ്ക് ആയിരുന്നു ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ, ഒരു റെക്കഗ്നൈസ്ഡ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നത്. അതിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ ആദ്യം ഞാൻ കാണുന്ന ഒരു സീൻ, ഒരു സയൻസ് ബാച്ചിൽ നിന്ന്, സയൻസ് ക്ലാസ് റൂമിൽ നിന്ന് ഒരു ടീച്ചർ കണ്ണ് തുടച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത്. ഏതാനും ദിവസങ്ങൾ ഞാൻ സ്കൂൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് ഇവിടെയുള്ള സ്ഥിര രീതിയാണ്, പല്ലവിയാണ് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അതുവരെ ടീച്ചിങ്ങിൽ പഠിച്ചിരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ലോകം എത്തിപ്പിടിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കേണ്ട ഒരു തലത്തിലേക്ക് ഞാൻ എത്തിപ്പെടുകയായിരുന്നു. ഏകദേശം 6 മാസത്തോളം നിരന്തരം എൻ്റെ കഴിഞ്ഞ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ എല്ലാ പേപ്പേഴ്സും എല്ലാം, അതിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം വീണ്ടും ഞാൻ വായിച്ചു തീർത്തു. പോരാത്തതിന് ഈ മേഖലയിൽ PhD ചെയ്തിട്ടുള്ള PhD ഹോൾഡേഴ്സായിട്ടുള്ള ആൾക്കാരുടെ പുസ്തകങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങി വായിച്ചു. അങ്ങനെ ഒരു ദീർഘകാല സഞ്ചാരം. ആ സഞ്ചാരത്തിനിടയിൽ ഞാൻ ചില നേട്ടങ്ങളൊക്കെ നേടി. അഥവാ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ, ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ 60ഓളം കുട്ടികളുള്ള ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചിലിരുന്ന് താളം പിടിച്ച് പാട്ടുപാടുന്നവരെയാണ് കാണുന്നത്. ഇവരെ അതിജയിക്കേണ്ടത് എങ്ങനെയെന്നത് പഠിച്ച പാഠപുസ്തകങ്ങളെല്ലാം ശൂന്യമാകുന്ന ഒരു ഘട്ടമായിരുന്നു. അത് തരണം ചെയ്യാൻ പറ്റി. അതുപോലെ ക്ലാസ് റൂം വളരെ അടിപൊളിയായിട്ടുള്ള നല്ല ബിൽഡിംഗ്, എല്ലാ ഫെസിലിറ്റീസും ഉള്ള ക്ലാസ് റൂം. പക്ഷേ സ്വിച്ച് ബോർഡുകളെല്ലാം പകുതിയും മാത്രമേ ഉണ്ടാകുള്ളൂ. കാരണം കൈകൊണ്ടല്ല സ്വിച്ച് ഇടുക, കാലുകൊണ്ടാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ മാറ്റിയെടുക്കാം? പിന്നൊന്ന്, നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് പൊതുവെ ഒരു പോളിസി ഉണ്ട്. മുസ്ലിം സ്റ്റുഡൻസാണ് കൂടുതലും സ്ഥാപനത്തിലേക്ക് വരുന്നത്.
അവരുടെ രക്ഷിതാക്കൾ സ്ഥാപനത്തിലേക്ക് അയക്കുമ്പോൾ അക്കാദമിക് എഡ്യൂക്കേഷൻ്റെ കൂടെ അവർ വിശ്വസിക്കുന്ന വിശ്വാസധാരയിലെ വാല്യൂസ് കൂടി ഇവിടെ നിന്ന് കിട്ടണം. അത് ആഗ്രഹിക്കുന്ന ആ രക്ഷിതാക്കളുടെ മക്കൾക്കത് നൽകണം എന്നുകൂടി ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ ലക്ഷ്യത്തിന് മുന്നിൽ പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സ് വിങ് ഇങ്ങനെ അത്ഭുതത്തോടെ അല്ലെങ്കിൽ ആശ്ചര്യത്തോടെ ആശങ്കയോടെ പതച്ചു നിൽക്കുകയാണ് ചെയ്യാറ്. ഏകദേശം ഒരു 6 മാസത്തിനിടയിൽ ഇതിൽ പല ലക്ഷ്യങ്ങളും ഞാൻ നേടി. ഒരു സാമ്പിൾ അതിൽ കൂട്ടത്തിൽ പറയുന്നു. ഒരു ദിവസം ആ സ്ഥാപനത്തിലെ ഏറ്റവും കൂടുതൽ വികൃതിയായി പ്രസിദ്ധനായ ഒരു വിദ്യാർത്ഥി, അദ്ദേഹം ഒരു ക്ലാസ് റൂമിൽ നിന്ന് പുറത്തു നിർത്തപ്പെട്ടിരിക്കുന്നു. ഞാൻ ആ വിദ്യാർത്ഥിയെ അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യം, കാരണം ഞാൻ മാനേജർ കൂടിയാണ്. പ്രിൻസിപ്പാള് എന്നോട് പറയുന്നത് ഇത് ഞാൻ പലതവണ ഡീൽ ചെയ്തു. അദ്ദേഹം ഒരു റിട്ടയർഡ് AE ഓഫീസർ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പല സ്ഥാപനങ്ങളിലും HM ആയി വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, പ്രിൻസിപ്പാളായി വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഏത് നടപടി എടുത്താലും കൂടെ ഞാനുണ്ട്. ഇത് എന്നെ കുറച്ചുകൂടി ഒരു പ്രതിസന്ധിയിലേക്ക് ആണ് തള്ളുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പിന്തുണയും കൂടി ലഭിക്കുമ്പോൾ ഇനി ഞാൻ ഈ വർക്ക് ചെയ്യണം. പക്ഷെ എങ്ങനെ? ഞാൻ ഈ വിദ്യാർത്ഥിയെ ഡീൽ ചെയ്തു. ആ വിദ്യാർത്ഥിയോട് സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്തു. ആ വിദ്യാർത്ഥി മാറി. ഏകദേശം ഒരു കുറഞ്ഞ കാലത്തിനിടയിൽ സ്കൂളിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ എനിക്ക് എളുപ്പം സാധിച്ചു. പക്ഷേ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചതൊരു ചോദ്യചിഹ്നമായിരുന്നു. എൻ്റെ ഒരു സഹപാഠി, ഒരു അധ്യാപകൻ ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് പരിഹരിച്ചത്? എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. പലപ്പോഴും നെറ്റും സെറ്റും ഒക്കെ കഴിഞ്ഞ ടീച്ചേഴ്സിൽ പലരും ചില സമയത്ത് വന്നിട്ട് പറയും, സാറേ എനിക്ക് ഒരു ക്ലാസ് ഒന്ന് എടുത്തു തരണം എൻ്റെ ക്ലാസ്സിൽ, എന്നാൽ എനിക്കൊരു മാസത്തേക്കുള്ള മൈലേജ് കിട്ടും. പക്ഷേ എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താണ് ചെയ്യുന്നത്. ഇങ്ങനെ ഏകദേശം ഒരു 12 വർഷം. ഒരു സാമ്പിൾ കൂടി പറയാം. എൻ്റെ തന്നെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു സ്കൂൾ, ആ സ്കൂളിലെ ഒരു ഹെഡ്, ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, അദ്ദേഹം ഒരു ദിവസം വളരെ സങ്കടത്തോടെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, രാവിലെ നാസ അയക്കാൻ നേരത്ത് ഇന്നൊരു വലിയ പ്രതിസന്ധി നേരിടുകയാണ്. 5ാം ക്ലാസ്സിലെ ഒരു ക്ലാസ് ടീച്ചർ, ഏകദേശം 20ഓളം ഡിവിഷനുകളുണ്ട്, 20ഓ അതിലേറെയോ ഡിവിഷനാണ്. അതിലൊരു ക്ലാസ് ടീച്ചർ ക്ലാസ് തുടങ്ങിയിട്ട് ആദ്യത്തെ 15 മിനിറ്റ് കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ വന്ന് പൊട്ടിക്കരയാണ്. ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നതിനേക്കാൾ സീരിയസ് ആയി വാവിട്ട് കരഞ്ഞു. ടീച്ചറുടെ മാറ്റർ എന്താണെന്നറിയാം? രാവിലെ ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ ക്ലാസ്സിലെ ഏതാനും വിദ്യാർത്ഥികൾ ഹോംവർക്ക് ചെയ്തിട്ടില്ല. അതിൽ ഒരു വിദ്യാർത്ഥിയോട് അടുത്ത ദിവസം ഹോംവർക്ക് ചെയ്യാതെ വന്നാൽ ഞാൻ ചൂരൽ കൊണ്ടുവരും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഈ കുട്ടി യാതൊരു ഗൗരവമില്ലാതെ അതിലാഘവത്തോട് ചോദിച്ചു, 5 രൂപ കൊടുത്താൽ ആ പരിസരത്ത് സ്കൂൾ സ്റ്റേഷനറി വാങ്ങാൻ കിട്ടുന്ന ഷോപ്പിന്റെ പേര് പറഞ്ഞിട്ട് ചോദിച്ചു, ആ ഷോപ്പിൽ നിന്ന് 5 രൂപ കൊടുത്താൽ എനിക്കും കിട്ടില്ല ചൂരൽ. മറുചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. ടീച്ചർ പ്രകോപിതയായി. കൊണ്ടുപോയ ടെക്സ്റ്റ് ബുക്കും അറ്റൻഡൻസ് രജിസ്റ്ററും എല്ലാം കൂടെ എടുത്തിട്ട് ടീച്ചർ, ഇനി ഞാൻ ഈ ക്ലാസ്സിലേക്ക് വരുന്നില്ല എന്ന ഭീഷണിയും. ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുമ്പോൾ 3 കുട്ടികൾ ഒന്നിച്ച് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ടീച്ചർ പോയി നന്നായിട്ടുള്ള. ഇതുകൂടിയായപ്പോൾ പ്രിൻസിപ്പൽ ക്യാബിനിലേക്കാണ് ഇനി ചെല്ലേണ്ടത്. സ്വാഭാവികമായും അദ്ദേഹം വലിയ ഒരു കോളേജിലെ റിട്ടയർഡ് ലെക്ചററാണ്. അദ്ദേഹം ചോദിക്കും, നിങ്ങൾ എവിടെ നിന്നാണ് B.Ed കംപ്ലീറ്റ് ചെയ്തത്? ഇനി ആ ക്യാബിനിൽ ചെന്നുകൂടാ. ഇനി എവിടെ ചെല്ലും? ഇച്ചിരി സോഫ്റ്റ് കോർണറായ 10-30 കൊല്ലത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഈ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആകെ പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു ക്ലാസ്സാണ്. ആ ക്ലാസ്സിൽ നിന്ന് ഈ വർഷം 4 മാസത്തിനിടയിൽ 3 അധ്യാപകർ പിരിഞ്ഞുപോയി.
അവരൊക്കെ മറ്റു പല കാരണം പറഞ്ഞാണ് പിരിഞ്ഞു പോയതെങ്കിലും യാഥാർത്ഥ്യം ഈ ക്ലാസ് ലീഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്നോടിത് പറയുമ്പോൾ ഞാൻ അതിലേറെ നിരക്ഷരനാണ് ആ വിഷയത്തിൽ. പക്ഷേ അദ്ദേഹം ഇത് ഉന്നയിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് എന്താന്ന് പറഞ്ഞാൽ, മൊത്തം സ്ഥാപനങ്ങളുടെ എല്ലാം ഈ വലിയ ഗ്രൂപ്പിന്റെ ഹെഡായ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഉസ്താദ്, അദ്ദേഹം നേരിട്ടാണ് എന്നെ നിയമിക്കുന്നത് എന്നത് എനിക്കൊരു ഇമേജ് സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ കവിഞ്ഞ് എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ഈ ചാൻസ് ഞാൻ ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാം. എൻ്റെ കയ്യിൽ പ്രത്യേകമായ ഒരു ഫോർമുലയില്ല, ഉള്ള സത്യാവസ്ഥ അതാണ്. പക്ഷെ നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ ഞാൻ ആ ക്ലാസ്സിൽ, എനിക്ക് ആ സ്കൂളിൽ ഇൻചാർജ് പോലും ഇല്ല, ഞാൻ ആ സ്കൂളിലെ ആ ക്ലാസ്സിൽ വരാം 2 ആഴ്ച. ഈ 2 ആഴ്ചയിൽ എനിക്ക് ചെറിയൊരു കണ്ടീഷൻ, ആ ക്ലാസ്സിൽ പോകുന്ന മുഴുവൻ ടീച്ചേഴ്സും ഏത് നടപടി എടുക്കുകയാണെങ്കിൽ എന്നോട് കൂടെ പറയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ക്ലാസ്സിൽ വരാം. ഇതെൻ്റെ ഒരു പഠനം, ഒരു ലേണിംഗ് മെറ്റീരിയലാണ്. കാരണം ആ ക്ലാസ്സിൽ ഏത് പ്രോസസ്സാണ് നടക്കുന്നത്, ഏത് പ്രോസസ്സാണ് പ്രശ്നം സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിരുന്നു ഞാനത് പറഞ്ഞത്. 2 ആഴ്ച ഞാൻ ആ ക്ലാസ്സിൽ പോയി, ഒരു പീരീഡ്. ഒരാഴ്ച തികഞ്ഞപ്പോൾ വളരെ പ്രശ്നക്കാരായ വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ വളരെ മാറ്റം വന്നു. പക്ഷെ അവിടെയും എനിക്ക് എന്തറിയില്ല, എന്താണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് ഈ മാറ്റം സൃഷ്ടിച്ചതെന്ന് അറിയില്ലായിരുന്നു. പിന്നീട് അതങ്ങനെ തുടർന്നു. ഏകദേശം ഒരു 12 വർഷം വ്യത്യസ്തമായ സ്ഥാപനങ്ങളിലൂടെ ഉള്ള ഈ ജേണി നടന്നു പോവുകയാണ്. അതിനിടയിലാണ് ഞങ്ങൾ 10 സ്കൂളിന് വേണ്ടി ഒരു പ്രീ സ്കൂൾ കരിക്കുലം നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത്. അതിൽ മാനേജേഴ്സ് പ്രിൻസിപ്പൽസ് കൗൺസിലിൽ വെച്ച് എനിക്ക് ചാർജ് കിട്ടി. ആ ചാർജ് വീണ്ടും എനിക്കൊരു ഉൾവിളി ഉണ്ടാക്കി. കാരണം ഈ വർഷങ്ങൾക്കിടയിൽ എന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അതെന്താണെന്നറിയാം, പ്രശ്നക്കാരായി നമ്മൾ കാണുന്ന, വികൃതികളായി, കുഴപ്പക്കാരായി നമ്മൾ കാണുന്ന വിദ്യാർത്ഥികളിൽ ഞാൻ കണ്ട മുഴുവൻ വിദ്യാർത്ഥികളും നിരപരാധികളാണ്. അവരപരാധികളായത് ഒന്നുകിൽ രക്ഷിതാക്കൾ, ഭൂരിപക്ഷവും നാം അധ്യാപകർ. നമ്മുടെ ചെറിയ ശ്രദ്ധക്കുറവോ മുൻധാരണയോ പ്രഡിക്ഷനുകളോ ആണ് ഇവരിൽ അപരാധിത്വം ചാർത്തുന്നത്. ഞാനൊരു സാമ്പിൾ പറയാം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ വിദ്യാർത്ഥി, സയൻസ് ബേസിലെ പുറത്തു നിർത്തപ്പെട്ട വിദ്യാർത്ഥി, ഒരു സ്കൂളിലെ മുഴുവൻ പ്രശ്നങ്ങളുടെയും കീ പൊസിഷനിലിരിക്കുന്ന വിദ്യാർത്ഥി, അദ്ദേഹം ആണ് പുറത്തു നിൽക്കുന്നത്. ഞാൻ അന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് കെമിസ്ട്രി, ഒരു വലിയ, ശരിക്കും പറഞ്ഞാൽ മടപ്പള്ളി കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഹെഡായി വർക്ക് ചെയ്തിരുന്ന ലെക്ചററാണ്, പ്രൊഫസറാണ് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹം എൻ്റെ ഒരു ഇഷ്ടമിത്രമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇവനെ പുറത്തു നിർത്തിയത് എന്താ? അപ്പൊ എന്നോട് പറഞ്ഞു, സാർ അതിൽ ഇടപെടണ്ട, കാരണം അതൊരു പുലിവാല് പിടിച്ച കേസാണ്. അതുകൊണ്ട് നിങ്ങൾ തൊട്ടാൽ നിങ്ങളും കൂടി ഇടങ്ങാറാണ്, നിങ്ങളെ ഇമേജ് അവിടെ നിന്നോട്ടെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ ഇടപെട്ട് ഇരുത്തിയാൽ സാറിന് ബുദ്ധിമുട്ടാവും? അത് സന്തോഷമേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ ഇടങ്ങാറാകണ്ടെന്ന് കരുതിയിട്ട് പറഞ്ഞത്. ഞാൻ റെക്കമെൻഡ് ചെയ്തു. അടുത്ത ദിവസം ഈ വിദ്യാർത്ഥി വീണ്ടും പുറത്തു. സാധാരണഗതിയിൽ ഞാൻ 2 ദിവസം തുടർച്ചയായി റൗണ്ട് ചെയ്യാറില്ല, പക്ഷെ അന്ന് യാദൃശികമായി 2-ാം ദിവസം റൗണ്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ റൗണ്ടിങ്ങിൽ ഇവൻ വീണ്ടും പുറത്ത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇവനോട് വിശദമായി ചോദിക്കുന്നതിന് പകരം ഞാൻ ജസ്റ്റ് ഒരു കമന്റ് പറഞ്ഞു, ഇന്നലെ ഞാൻ നിന്നെ സഹായിച്ചു, ഇന്ന് നീ എനിക്ക് പ്രതിഫലവും തന്നു ഇല്ലേ എന്ന് മാത്രം ചോദിച്ചു. നോർമലി കഴിഞ്ഞ് ഞാൻ എൻ്റെ മാനേജർ ക്യാബിനിലെത്തിയപ്പോൾ പുറത്ത് ഈ കറുത്ത ഗ്ലാസ് ആയതുകൊണ്ട് ആരാന്നറിയില്ല, ഒരു നിഴല് കണ്ടു. ഞാൻ ബെല്ലടിച്ചപ്പോൾ ഇവൻ എഴുതാൻ ഉള്ളിൽ വരുന്നത്. ഇവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നുണ്ട്. പലതവണ തുടച്ചതിൻ്റെ ബാക്കിയുണ്ട് അവൻ്റെ മുഖത്ത്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അവൻ എന്നോട് പറഞ്ഞു, സതെ, ഞാൻ സതിനെ വിഷമിപ്പിക്കാൻ വേണ്ടി വൈകിയതൊന്നുമല്ല.
എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവ് മദ്യപാനിയാണ്. പിതാവ് അറിയാതെ വേണം ഞാൻ സ്കൂളിലേക്ക് വരാൻ. മാതാവ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഞാനുകൂടി സഹായിച്ചിട്ടില്ലെങ്കിൽ കഴിയില്ല. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് ഞാൻ ലൈൻ ബസ്സിന് കയറാൻ വരുമ്പോൾ ബസ് പോയിട്ടുണ്ടാവില്ല. എനിക്ക് ആരുടെയെങ്കിലും ഔദാര്യത്തിൽ വേണം ഇവിടെ എത്തിത്തീരാൻ. ഇതാണ് എൻ്റെ പ്രശ്നം. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് കൗതുകം തോന്നി. ആ കൗതുകം മറച്ചു വെച്ച് ഞാൻ മറച്ചു വെക്കാതെ ഞാൻ അവനോട് ചോദിച്ചു, ഇത് ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് ലിസ്റ്റ് ഉണ്ട്. ഞാൻ ഏതാനും ദിവസങ്ങൾക്കകം ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ടൗണിൽ ബസ് തടഞ്ഞത് ഉൾപ്പെടെ, അടുത്ത ക്യാമ്പസിൽ പോയി തല്ലുണ്ടാക്കിയത് ഉൾപ്പെടെയുള്ള ഇവൻ പ്രതിയായ വലിയൊരു പട്ടിക എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അത് മുന്നിൽ വെച്ചിട്ട് ഇവനോട് ചോദിച്ചു, നീ ഈ പറയുന്നത് ശരിയാണെങ്കിൽ നീ എന്തുകൊണ്ടാണ് ഇത്രയും കേസുകളിൽ പ്രതിയായത്? അവൻ എന്നോട് ചോദിച്ചു, അതിനോട് എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞാലും അത് ശ്രദ്ധിക്കൂ. ഓരോ കേസും സത്യസന്ധമായി അവൻ എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അവൻ എന്നോട് പറഞ്ഞു, ഈ ദിവസം വരെ മനസ്സറിഞ്ഞുകൊണ്ട് തെറ്റാണെന്നറിയുന്ന ഒരു സംഗതി ഞാൻ ഈ ക്യാമ്പസിൽ വെച്ച് ചെയ്തിട്ടില്ല. അതിൽ 60% കേസുകളിൽ അവൻ പ്രതിയായത് അധ്യാപകരുടെ പല വിദ്യാർത്ഥികളോടുള്ള പ്രഡിക്ഷന്റെ ഭാഗമായുള്ള പെരുമാറ്റത്തിൽ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടി അവൻ സ്വയം ബലിയാടായത്. അവൻ പറഞ്ഞ ഉത്തരം, എൻ്റെ ജീവിതം എന്തായാലും ഇങ്ങനെയാണ്, അവരെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ. പിന്നീടുള്ള കേസുകൾ ഓരോന്ന് പരിശോധിച്ച് നോക്കുമ്പോഴും പലരെയും സംരക്ഷിക്കാനും പലരുടെയും നേരെയുള്ള അനീതികൾ തടുക്കാനും വേണ്ടി പലയിടത്തും നിരപരാധിയായി പ്രതിയാവുകയാണ്. അവൻ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം ഞാൻ അതിനു മുന്നേ പലപ്പോഴായി പോസിറ്റീവ് സൈക്കോളജിയിലെ പല ഭാഗങ്ങളും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾ സംസാരിക്കുമ്പോൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അയാൾ പറയുന്നത് സത്യമാണോ കളവാണോ എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അതിന് വലിയ അധ്വാനമൊന്നുമില്ല. അപ്പോൾ ഇത്രയും സത്യം പറഞ്ഞപ്പോൾ ഞാൻ ഈ വിദ്യാർത്ഥിയോട് പറഞ്ഞു, മോനെ, ഈ നിമിഷം മുതൽ ഞാനുണ്ട് നിന്റെ കൂടെ. ഈ ഒരു വാക്ക് എനിക്ക് നൽകിയ നേട്ടം എന്താണെന്നറിയോ? ഇത്രയും സങ്കീർണമായ ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തെ എനിക്ക് അതിശാന്തമായ ഒരു പശ്ചാത്തലത്തിലേക്ക് 6 മാസത്തിനകം മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. അവൻ ഇന്ന് സൗദിയിലെ ഒരു അറിയപ്പെട്ട എഞ്ചിനീയറാണ് ഈ വിദ്യാർത്ഥി. ഞാൻ പറയുന്നത് ഇങ്ങനെ നിരവധി കേസുകൾ. ഇതിൽ വിദ്യാർത്ഥികൾക്ക് അപരാധിത്വം ചാർത്തിക്കൊടുക്കാനുള്ള ഒരു പൊസിഷനായി നമ്മുടെ അധ്യാപനം മാറുന്നത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. എന്നാൽ അധ്യാപനം അതിൻ്റെ റൂട്ടിലാണെങ്കിൽ അധ്യാപനത്തിൻ്റെ സ്വഭാവം എന്താണെന്നറിയാം. വിദ്യാർത്ഥികൾക്ക് ഈ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ അത് പകർന്നു കൊടുക്കാൻ വളരെ എളുപ്പം സാധിക്കും. വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ പ്രയാസം നേരിടുന്നുണ്ടെങ്കിൽ ആ എഡ്യൂക്കേഷണൽ പ്രോസസ്, ആ വിദ്യാഭ്യാസ നടപടിക്രമങ്ങൾ അത് ശരിയല്ല പൂർണ്ണമായി. വിദ്യാഭ്യാസ പ്രക്രിയ എന്നത് വളരെ എളുപ്പം വിദ്യാർത്ഥിക്കും അധ്യാപകനും ഈസി ഫീൽ ചെയ്യുന്ന പ്രോസസ്സാണ് വിദ്യാഭ്യാസം. പക്ഷേ നാം പലപ്പോഴും പറഞ്ഞ് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ജീവിത വിധാനമുണ്ട്, ഒരു ലൈഫ് ഗ്രൗണ്ട് ഉണ്ട്. അതെന്താണ്? ജീവിക്കാൻ പ്രയാസമാണ്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഇതൊരു അന്ധകാരമാണ്, ഇതില്ലാത്തതാണ്. നമ്മൾ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഇൽനെസ്സുകളാണ്. സത്യം പറയുകയാണെങ്കിൽ ജീവിതത്തിന്റെ രണ്ടറ്റം ഇങ്ങനെയാണോ? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ബിഗിനിങ്, ഈ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ഒരാൾ
നിങ്ങളുടെ ബിഗിനിങ് നിങ്ങളായി കഷ്ടപ്പെട്ട് തുടങ്ങിയതാണോ? അല്ല. ഇനി നമ്മുടെ എൻഡിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. പിന്നെ എവിടെയാ രണ്ടറ്റം കൂട്ടിമുട്ടിക്കൽ? റൈറ്റ് നൗ, ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, ഇതിൽ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷിക്കാൻ ധാരാളം 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 ഉണ്ട്. ഇതാണ് ലൈഫിന്റെ റിയൽ മോഡ്. ഇത് തന്നെയാണ് വിദ്യാഭ്യാസത്തിൻ്റെത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഈസി പ്രോസസ്. വളരെ എളുപ്പമുള്ളൊരു പ്രോസസ്സാണ്. അത് കടുപ്പമാകുന്നത് ചില തിയറിവൽക്കരണങ്ങളാണ്. ഞാൻ പറയാണ്, ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഒരു 5 മിനിറ്റ് സമയം ഒരു ആക്ടിവിറ്റി ചെയ്യണം. എന്താണ് ആക്ടിവിറ്റി എന്നറിയോ? ഞാൻ ഇത്ര അളവ് പറയുന്നു, ഇത്ര ഡെസിബൽ അല്ലെങ്കിൽ ഇത്ര അളവിൽ നിങ്ങൾ വായു നിങ്ങളുടെ ശ്വസനദ്വാരങ്ങളിലൂടെ ഇത്ര സെക്കൻഡ് ഉള്ളിലേക്ക് എടുക്കണം. ഇത്ര സെക്കൻഡ് അല്ലെങ്കിൽ ഇത്ര മൈക്രോ സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യണം. ശേഷം ഇത്ര അളവിൽ ഇത്ര മൈക്രോ സെക്കൻഡ്, ഇത്ര സെക്കൻഡ് ദൈർഘ്യത്തിൽ ഡ്യൂറേഷനിൽ നിങ്ങൾ അത് പുറന്തള്ളണം. അതിനിടയിൽ നിങ്ങൾ ആ കൊണ്ടുപോയ വായു ലങ്സിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രോസസ് ചെയ്ത് അതിൽ നിന്ന് ഹാർട്ടിലേക്ക് കൊണ്ടുപോയി ബ്ലഡിന്റെ കൂടെ ആക്സസ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെടൂലേ? സത്യത്തിൽ ഓൾറെഡി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഇതുപോലെയാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഈസി. അത് തിയറിവൽക്കരണത്തിനിടയിൽ എവിടെയോ നമ്മൾ ഇച്ചിരി കഷ്ടപ്പെടുന്നു. ഇതിൽ ട്രെയിനിങ് എന്നതിനെ കുറിച്ച് എനിക്ക് ചില അഭിപ്രായങ്ങളുണ്ട്. ഞാനത് നിങ്ങളോട് പങ്കുവെക്കാൻ ശ്രമിക്കുന്നു. പിന്തുണക്കുകയും വിയോജിക്കുകയും ചെയ്യാവുന്നതാണ് എൻ്റെ അഭിപ്രായങ്ങൾ. ഞാൻ കുറേ കാലം IMEയുടെയും മറ്റു കേരളത്തിൽ അറിയപ്പെട്ട ധാരാളം ട്രെയിനേഴ്സ് വിങ്ങിൻ്റെ അതോറിറ്റികളുടെ ട്രെയിനിങ്ങുകൾ പങ്കെടുക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും ട്രെയിനിങ് ആകണമെങ്കിൽ ആദ്യത്തിൽ ചില ആക്ടിവിറ്റീസ് ചെയ്യണം. അതിൽ ബലൂണ് പൊട്ടിക്കലുണ്ടാകും, ടീച്ചേഴ്സ് ഓട്ടോറിക്ഷ ഓടിക്കലുണ്ടാകും, അങ്ങനെ പലതും പലതും പലതും. എന്നാൽ ട്രെയിനിങ് ആണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യും. സത്യത്തിൽ ട്രെയിനിങ്ങിനെ ഡിഫൈൻ ചെയ്താൽ ഒരു ട്രെയിനർ ട്രെയിനിയെ ഏത് വിഷയമാണോ നമ്മൾ പരിശീലിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ പരിശീലിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തെ സാധ്യമാക്കി കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്, ഒരു നടപടിക്രമമാണ് സത്യത്തിൽ ട്രെയിനിങ്. അതിനുവേണ്ടി ചില ഘട്ടങ്ങളിൽ ഐസ് ബ്രേക്ക് ആകാം. എപ്പോ നിങ്ങളെ യാദൃശികമായി വിളിച്ചു കൊണ്ടുവന്നിരുത്തിയതാണ്. നിങ്ങളൊക്കെ വേറെ ഏതോ ലോകത്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ എനിക്ക് ശ്രദ്ധിക്കാൻ കിട്ടണം. ആ സമയത്ത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ തമ്മിലുള്ള അകലത്തെ ഒരുക്കിക്കൊണ്ടുവരാൻ ഐസ് ബ്രേക്ക് എന്ന പ്രോസസ്സ് ഉപയോഗിക്കാം. ഇത്ര ശ്രദ്ധയോടെ, ഇത്ര ആത്മാർത്ഥതയോടെയും സജീവതയോടുകൂടെയും വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ബഹുമാന്യരായ ടീച്ചേഴ്സിനോട് ഞാൻ ആക്ടിവിറ്റീസ് ഉപയോഗിക്കണം. അതൊരന്ധകാരമാണ്, ഒരന്ധമായ അനുകരണമാണ്. ആവശ്യമുണ്ടെങ്കിലാവില്ല. ഇപ്പൊ കുറച്ച് സമയം ഇരുന്നു ഒന്നും മടുപ്പ് തോന്നുന്നു, ഇറ്റ്സ് ഓക്കെ. ആ സമയത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയോ ആ പൊസിഷനിൽ ഇരിക്കുന്നവരോട് അനുയോജ്യമായ ആക്ടിവിറ്റീസ് ആകുമ്പോൾ അതിനൊരു റൂട്ടുണ്ട്, അതിനൊരു ശരിയുണ്ട്. ഇവിടെ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാം ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് നാം അഡ്രസ്സ് ചെയ്യുന്ന പ്രധാന പ്രതിസന്ധികൾ, ഈ പ്രതിസന്ധികളെ ലേണിംഗ് മെറ്റീരിയലാക്കി മുന്നിൽ വെച്ച് ഒരു ഇന്ററാക്ഷനോടുകൂടെ മുന്നോട്ട് പോകുന്ന പ്രോസസ്സിനാണ് ഞാൻ ഇവിടെ മുൻതൂക്കം നൽകുന്നത്. ഇപ്പോഴുള്ള ഈ നിമിഷം മുതൽ ഞാൻ പ്രസ്താവിച്ചു വെച്ച പ്രസ്താവനയെ അധികരിച്ചുകൊണ്ട് ഈ ഇരിക്കുന്ന ഏതൊരാൾ നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങളുമായി ഈ സദസ്സിനെ അഭിമുഖീകരിക്കും. കാരണം ഞാൻ പറഞ്ഞു വെച്ചത് ടീച്ചിങ് വളരെ ഈസിയാണ് എന്നാണ്. അത് ശരിയല്ല എന്ന് ഫീൽ ചെയ്യുന്നവരെന്ത് ചെയ്യണം? അതിനെ ലേണിംഗ് മെറ്റീരിയൽ ആക്കണം. എന്നിട്ട് അത് വെച്ച് നമ്മൾ പഠനത്തിന് വിധേയരാകണം, ചർച്ചകൾക്ക് വിധേയമാക്കണം. അപ്പോഴാണ് നാം വിജയിക്കുന്നത്. ഇനി ഒന്നുകൂടി പറയാം.
വിദ്യാഭ്യാസം ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിദ്യാർത്ഥികളിൽ 2 തരം പ്രോസസ്സുകൾ നടക്കണം. ഒന്ന്, അവർ പരീക്ഷയിൽ പാസ്സാകുന്ന രീതിയിലുള്ളൊരു പഠനം നടക്കണം. മറ്റൊന്ന്, അവരുടെ ലൈഫ് ഡിസൈൻ ചെയ്യപ്പെടണം. ഒരു വിദ്യാർത്ഥി ഒരു 10ാം ക്ലാസ് വരെ പഠിച്ചിറങ്ങുന്ന സമയത്ത് ആ വിദ്യാർത്ഥികൾക്ക് മിനിമം 4 അച്ചീവ്മെന്റ്സുകൾ ഉണ്ടാക്കണം. ഒന്ന്, ലൈഫിൽ എനി ടൈം അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാകണം. ഒരു ഹാപ്പിയസ്റ്റ് ലൈഫ് അവർക്ക് അച്ചീവബിൾ ആകണം. ഒരു വിദ്യാർത്ഥി 10 കൊല്ലം നമ്മുടെ ക്യാമ്പസിൽ നമ്മെ സമീപിച്ച് തിരിച്ചു പോകും. ലൈഫിലെ ഏത് പൊസിഷൻ വന്നാലും, ലൈഫിലെ ഏത് ലൈഫ് സിറ്റുവേഷൻസ് വന്നാലും ലൈഫിന് അഡ്രസ് ചെയ്യാൻ പറ്റണം വിത്ത് ഹാപ്പി. ഇത് ഒരാളുടെ അച്ചീവ്മെന്റ് ആയിരിക്കണം, ഒരു ലൈഫിന്റെ പില്ലറാണ്. 2, അവർക്ക് ഹെൽത്ത് വേണം. ഞാൻ ഏത് ഫുഡ് കഴിക്കണം, ഏത് ഫുഡ് കഴിക്കരുത്, ഫുഡ് കഴിക്കേണ്ട സമയം ഏത്, ഫുഡ് കഴിക്കേണ്ട കൗണ്ട് ഏത്, ഈ രീതിയിൽ ആരോഗ്യത്തെക്കുറിച്ച് കേവല അറിവല്ല, അവർക്ക് ബോധ്യമുണ്ടാകണം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിദ്യാഭ്യാസം ശരിയാണെങ്കിൽ ഇന്നത്തെ ഹോസ്പിറ്റലുകളിൽ ഭൂരിഭാഗവും അടച്ചുപൂട്ടപ്പെടും. സത്യം, നമ്മുടെ രാജ്യം വികസിക്കാൻ അനിവാര്യമായത് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ്. അവിടെ ഹെൽത്ത് ഇനിയും ഡെവലപ്പ് ആകണം. ഹെൽത്ത് ഡെവലപ്പ് ആവുക എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് പ്രോസസ് അല്ല, അതൊരു ലൈഫ് മോഡാണ്, ഒരു ലൈഫ് സ്റ്റൈലാണത്, ഒരു ലൈഫ് സ്റ്റൈലാണത്. ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി മെഡിസിൻ കഴിക്കുകയല്ല വേണ്ടത്. മെഡിസിനൽ പ്രോസസ്, മെഡിക്കേഷൻ എന്ന് പറയുന്നത് എന്തുമാത്രമാണ് ഒരു ഡിസീസ് മാനേജ്മെന്റ് ആണ്. ആരോഗ്യം സൃഷ്ടിക്കാനല്ല ആശുപത്രികളും മെഡിസിനും എന്തിനുള്ളതാണ്? രോഗത്തെ മാനേജ് ചെയ്യാനുള്ളതാണ്. ആരോഗ്യമുണ്ടാക്കേണ്ടത് ഭക്ഷണത്തിലൂടെയാണ്. ഈ ഭക്ഷണ സംസ്കാരം രൂപപ്പെടുത്താൻ കഴിയേണ്ടത് ക്യാമ്പസിനാണ്. 3, വെൽത്ത്. നമ്മുടെ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ ആവശ്യമായ സാമ്പത്തിക ഭദ്രത നമ്മുടെ സമൂഹത്തിനുണ്ടാകണം. അതുണ്ടാക്കാൻ കഴിയും വിദ്യാഭ്യാസ സംവിധാനത്തിന്. പക്ഷെ അങ്ങനെ ഒരു ലക്ഷ്യം, ഫോക്കസ്ഡ് ഔട്ട്കം നേരത്തെ തന്നെ സെറ്റ് ചെയ്യപ്പെടണം. 4, ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും, ഒരു മതത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും, ഒരു സ്പിരിച്വാലിറ്റി എന്നത് ഒരു മനുഷ്യന്റെ ബേസിക് നീഡാണ്. ഈ ബേസിക് നീഡ് വിദ്യാഭ്യാസത്തിനിടയിൽ വിദ്യാർത്ഥികൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയണം. ഈ 4 അച്ചീവ്മെന്റുകൾ ഏത് തരം കരിക്കുലത്തെ നാം യൂസ് ചെയ്താലും, ഏത് സിലബസിന് നാം വിധേയരായാലും നമുക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് പരിവർത്തിപ്പിച്ച് നൽകാൻ കഴിയും എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ഇതൊരു പ്രതിസന്ധിയുടെ വലിയൊരു കഴത്തെ അല്ലെങ്കിൽ വലിയ ലോകത്തെ ചോദിക്കാനും ഇടപെടാനുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കുന്നത്. ഈ നിൽക്കുന്ന ഈ സമയം എനിക്ക് ഇത് സ്ഥിരപ്പെടുത്തി തരാൻ കഴിയും. ഈ ഇരിക്കുന്നവരിൽ ഏതൊരാളും നിങ്ങൾ മനസ്സ് തുറന്ന് സംവദിക്കാൻ തയ്യാറാണെങ്കിൽ, നിലവിലുള്ള പാഠപുസ്തകങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിലവിലുള്ള കരിക്കുലങ്ങളെ ഇന്ററപ്റ്റ് ചെയ്യാതെ അതിനെ പ്രത്യേകമായി നിർമ്മിക്കുന്നത്, നല്ലൊരു നാളെ നിർമ്മിക്കുന്നത് നാം വിദ്യാഭ്യാസത്തെ ലീഡ് ചെയ്യുന്ന പ്രൊഫഷണലുകളാണ്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രൊഫഷണലുകളിലെ ഏറ്റവും വലിയ പ്രൊഫഷൻ അത് ടീച്ചിങ് ആണ്. ഒരു ഡോക്ടറെക്കാളും എഞ്ചിനീയറെക്കാളും വക്കീലിനേക്കാളും ഒരു അക്കൗണ്ടന്റിനേക്കാളും ഏതൊരാളെക്കാളും വലുത് ടീച്ചറാണ്. ടീച്ചർക്ക് തീർച്ചയായും ഇതെല്ലാം ഡിസൈൻ ചെയ്യാൻ കഴിയും. ഞാൻ നെഗറ്റീവ് പറയുകയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം നശിപ്പിക്കാനും കഴിയും. ഈ അടുത്തൊരു ദിവസം ഒരു വിദ്യാർത്ഥി എൻ്റെ അടുത്ത് വന്നു. ആ വിദ്യാർത്ഥി ഹയർ സെക്കൻഡറി സ്റ്റുഡൻ്റാണ്.
ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. മറ്റൊരു സ്ഥാപനത്തിൽ അഡ്മിഷൻ നേടി, അവിടെ നിന്ന് വീണ്ടും പുറത്താക്കപ്പെട്ടു. അങ്ങനെയാണ് ആ കുട്ടി എൻ്റെ അടുത്ത് വരുന്നത്. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ വളരെ ആശ്ചര്യപ്പെട്ടു. കാരണം വലിയ റെക്കമെൻഡേഷനോട് കൂടെയാണ് മലപ്പുറത്തെ ഹാപ്പി സോൺ സെന്ററിൽ ആ കുട്ടി വരുന്നത്, രക്ഷിതാക്കളുടെ കൂടെ. രക്ഷിതാക്കളെ ഞാൻ രണ്ടാളെ ആദ്യം നിരീക്ഷിച്ചു. ഞാൻ കുട്ടികളെ ഒരിക്കലും നേരെ കുട്ടികളിലേക്ക് ഇറങ്ങാറില്ല. കാരണം വെറുതെ ഒരു ടാപ്പിൽ നിന്ന് ചളിവെള്ളം വരുന്നു, ടാപ്പ് വെറുതെ റിപ്പയർ ചെയ്യൊന്നും വേണ്ട, ടാങ്കിൽ നോക്കിയാൽ മതി. ഞാൻ ഈ പാരൻസിനെ രണ്ടുപേരെ ഇരുത്തി. അപ്പോൾ പാരൻസിനെ രണ്ടുപേരെയും സംസാരിച്ചപ്പോൾ ഒരാൾ ഇലക്ട്രീഷ്യനാണ്, വലിയൊരു ഇലക്ട്രിക്കൽ ഷോപ്പ് നടത്തുന്ന ആളാണ് പിതാവ്. മാതാവ് ഏതോ ഒരു കമ്പനിയിലെ ഒരു അഡ്വർടൈസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ലീഡ് ചെയ്യുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും രണ്ടാളും ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഒരു പൊസിഷനിൽ ഇരിക്കുന്നു. ഇവർ രണ്ടാളെയും ഞാൻ അഭിമുഖീകരിച്ചു. അവർ രണ്ടുപേരിൽ നിന്നും കാര്യമാത്ര പരിക്കുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ആവശ്യമുള്ള പരിക്കുകൾ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഇത് തിരുത്താവതാണ്, എഡിറ്റബിളാണ്. ഞാൻ അവരെ മാറ്റി നിർത്തി. കുട്ടിയുടെ കൂടെ ഇരുന്നപ്പോൾ കുട്ടി കരയുന്നു. ഈ 16 വയസ്സുകാരൻ കരയുന്നു. ഈ കരച്ചിൽ എന്നെ കൗതുകപ്പെടുത്തി. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കുട്ടി ക്ലീനാണ്. ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, നീ ആരെയൊക്കെയാണ് കണ്ടത്? ആ കുട്ടി എന്നോട് പറഞ്ഞു, ആ കുട്ടി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു റെസിഡൻഷ്യൽ സംവിധാനമുണ്ട്. ഈ റെസിഡൻഷ്യൽ സംവിധാനത്തിൽ ഒരു അധ്യാപകനുണ്ട്. ആ അധ്യാപകൻ ഈ കുട്ടിയോട് സംസാരിച്ചിട്ടുണ്ട്. ഈ സംസാരമാണ് കുട്ടിയെ ക്ലീൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, അത് ആരാ? ആ ആള് പേര് പറഞ്ഞു, സ്ഥാപനവും പറഞ്ഞു. ഞാൻ ആ ആളുടെ നമ്പർ വാങ്ങിച്ചു. ആ ആള് ഹാപ്പി സോണിന്റെ ഒരു ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് എന്ന് പറയുന്ന ട്രെയിനിങ് കഴിഞ്ഞ ആളായിരുന്നു. അയാൾ കുറഞ്ഞ സമയം ഈ കുട്ടിയെ ലീഡ് ചെയ്തിട്ടുണ്ട്. ആ ലീഡ് ചെയ്തതിന്റെ ബാക്കി പത്രമായിരുന്നു കുട്ടി ഇത്രയും പെട്ടെന്ന് ക്ലീൻ ആയത്. കുട്ടി കരയുന്നത് എന്തിനാണെന്നറിയുന്നത്? എന്റെ ലൈഫിൽ ഒരു സങ്കടമേ ഉള്ളൂ. സ്കൂളിൽ എന്നെ പുറത്താക്കിയതിൽ എനിക്ക് പ്രശ്നമില്ല. ഇനി ഏത് പ്രതിസന്ധി വേണമെങ്കിലും ഞാൻ തരണം ചെയ്യാം. എന്റെ മാതാവും എന്റെ പിതാവും എന്റെ കാരണം കൊണ്ട് കരയാൻ പാടില്ല. എന്റെ കാരണം കൊണ്ട് എന്റെ മാതാവും എന്റെ പിതാവും വിഷമിക്കാൻ പാടില്ല. ഇത് മാത്രമായിരുന്നു കുട്ടിയുടെ മാറ്റർ. ആ മാതാവും പിതാവും എന്നോട് പറയുന്നത്, സദാ ഞങ്ങൾക്ക് യാതൊരു സങ്കടവുമില്ല. അവൻ ഇന്ന് ഏറെ ക്ലീനാണ്. അവൻ വളരെ മാറ്റം വന്നിട്ടുണ്ട്. അവൻ വല്ലാതെ മാറിയിട്ടുണ്ട്. മുമ്പ് ഒരിക്കലും ഇവൻ ഇങ്ങനെയല്ല. മുമ്പ് പ്രശ്നത്തിലകപ്പെട്ടപ്പോഴും അവൻ ഇങ്ങനെയല്ല. ഇപ്പോൾ അവൻ ആകെ അടിമുടി മാറിയിട്ടുണ്ട്. അതിനോടടുത്ത സമയം ഞാൻ ഊണ് കഴിക്കാൻ വേണ്ടി ഇതേപോലൊരു ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞിരിക്കുമ്പോൾ ഈ ആൾ എൻ്റെ മുമ്പിലിരുന്നു. ആര്? ഈ ട്രെയിനിങ് കഴിഞ്ഞ ആൾ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് തന്നെ അത്ഭുതം തോന്നി. കാരണം ആ കുട്ടിയിൽ ഇത്തരം ഒരു പ്രശ്നം കണ്ടപ്പോൾ ഞാൻ എങ്ങനെ ഡീൽ ചെയ്തു എന്നത് ആലോചിക്കുമ്പോൾ എനിക്കും ചിലപ്പോഴൊക്കെ ആശ്ചര്യം തോന്നുന്നു. എന്തേ കാരണം? ഈ കുട്ടിയിൽ ലഹരി ഉപയോഗം പിടിക്കപ്പെട്ടപ്പോൾ ഈ അധ്യാപകൻ കുട്ടിയെ ലീഡ് ചെയ്തത്, മോനെ എന്തായിരുന്നു നീ നേരിട്ട പ്രശ്നം? അതെന്താണെങ്കിലും എന്നോട് പറയാം. കുട്ടി സത്യസന്ധമായി ആ അധ്യാപകനോടെല്ലാം തുറന്നു പറഞ്ഞു. ആ കുട്ടി അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്ന സാഹചര്യമായപ്പോഴും കുട്ടിയെ ഈ അധ്യാപകൻ അഭിമുഖീകരിച്ചു. ആ അധ്യാപകൻ പറഞ്ഞു, മോനെ, നിന്നിലെ നന്മകൾ ഞാൻ ഉൾക്കൊള്ളുന്നു. നിനക്ക് വേണ്ടി ഏത് സഹായം ചെയ്യാനും ഞാൻ കൂടെ ഉണ്ടാകും. നീ നല്ലൊരു വിദ്യാർത്ഥിയാകണം. അതിനേത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. ഈ വാക്കാണ് ആ കുട്ടിയെ മാറ്റിയത്. ആ വാക്കിന് പുറമെ ഇദ്ദേഹം ആകെ പറഞ്ഞൊരു വിഷയമാണ്, നീ ലൈഫിൽ സൂക്ഷിക്കേണ്ടത് നിന്റെ പാരൻസ്. അത് നിന്റെ മീനിങ് ആണ്. ഞാൻ എന്നതിൻ്റെ ഒരു അർത്ഥമാണ് എൻ്റെ പാരൻസ്. എൻ്റെ പാരൻസ് ചേരാതെ ഒരു ഞാനില്ലല്ലോ. അതിന് നിനക്ക് മീനിങ് നൽകാൻ പറ്റുമെങ്കിൽ നിനക്കെപ്പോഴും നിന്നെക്കുറിച്ച് ആത്മാഭിമാനം ഉണ്ടാകും. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ഞാനത് വിശദീകരിക്കൂല, പറഞ്ഞു വേഗം തീർക്കാം. അതായത് നമുക്ക് എൻ്റെ കയ്യിൽ ഒരു പേനയുണ്ടായിരുന്നു.
ആ പേന വലിയ വിലയൊന്നുള്ള പേനയല്ല, പക്ഷേ എത്ര രൂപ തന്നാലും ഞാനത് വിൽക്കൂല. എന്താ കാരണം എന്നറിയോ? എനിക്ക് അത്രയും പ്രിയപ്പെട്ട എൻ്റെ ബഹുമാന്യനായ ഒരു ഗുരുവര്യർ എന്നോട് വലിയൊരു സന്തോഷം തോന്നിയൊരു സമയം, ആ സന്തോഷത്തിന്റെ ഭാഗമായി അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പേന എനിക്ക് സമ്മാനമായി തന്നതാണ്. ഈ പേന ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും വിൽക്കുകയില്ല, എത്ര ക്യാഷ് തന്നാലും. കാരണം അതാര് തന്നു എന്നതാണ് അതിൻ്റെ ബഹുമാനം. നമുക്ക് നമ്മെക്കുറിച്ച് ബഹുമാനവും ആത്മവിശ്വാസവും കോൺഫിഡൻറ്റും തോന്നാൻ മതിയായ ഒന്നാണ് നാം നമ്മുടെ ഒരു പ്രത്യക്ഷ പ്രൊഡ്യൂസർ, അതാണ് മാതാപിതാക്കൾ. ആ മാതാപിതാക്കളെ അംഗീകരിക്കുക, അത് നാം നമ്മെ അംഗീകരിക്കലാണ്. സൈക്കോളജിയുടെ അപ്ഡേറ്റഡ് സൈക്കോളജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സെൽഫ് ലവിംഗ് ആണ്. ഈ സെൽഫ് ലവിംഗ് ഒരാളെ ജീവിതത്തെ എപ്പോഴും മുന്നോട്ട് നയിക്കാൻ മതിയായ ഒന്നാണ്. ഇത് മോന്റെ കയ്യിലുണ്ടാകണം. ഈ ഒരു വാക്കാണ് അവന്റെ മനസ്സിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് രചിച്ചത്. ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് തന്നെ വളരെ ആശ്ചര്യവും വളരെ സന്തോഷവും തോന്നി. അതിനടുത്ത് ഈ അധ്യാപകൻ പങ്കുവെച്ചപ്പോൾ എനിക്ക് കൂടുതൽ അതിൽ ആശ്ചര്യം തോന്നി. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും വിദ്യാർത്ഥികളെ പ്രതിയാക്കുന്നത് എങ്ങനെയാണെന്നറിയാം. ഞാനൊരു സംഭവം കൂടെ പറയാം, നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. എൻ്റെ ഒരു സുഹൃത്ത് ദീർഘകാലം എൻ്റെ കൂടെ പല മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു അധ്യാപകൻ. അദ്ദേഹം ഗവൺമെന്റ് മേഖലയിലെ ടീച്ചറാണ്. അപ്പോ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ അധ്യയന വർഷത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം ഒരു ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു, മാത്തമാറ്റിക്സ് ടീച്ചറാണ്. അപ്പോൾ ഈ ഗവൺമെന്റ് സെക്ടർ ആകുമ്പോൾ പല മേഖലയിലും പലതരം പ്രതിസന്ധിയുണ്ട്. അതിലൊന്നാണ് ഗവൺമെന്റ് കേസുകളും ഉലുമാലുകളും കൂടുതലാണ് അവിടെ. അതിൽ നിന്നൊന്ന് രക്ഷ നേടണം എന്ന അർത്ഥത്തിൽ അദ്ദേഹം ട്രാൻസ്ഫർ അപ്ലിക്കേഷൻ കൊടുത്തു. അതെല്ലാം കൂടെ കഴിഞ്ഞ് പാസ്സായി വരുമ്പോഴേക്ക് സമയം വൈകി. കിട്ടിയത് ഒരു സെക്കൻഡറി സ്കൂളിലേക്ക്. അതാണെങ്കിൽ നേരത്തെ കൊടുത്തതിനേക്കാൾ സങ്കീർണമായ പ്രശ്നവും സാഹചര്യമുള്ള ഒരു സ്കൂളിൽ. അദ്ദേഹം എല്ലാം കൂടെ ട്രാൻസ്ഫർ കഴിഞ്ഞ ഇത് കിട്ടുമ്പോഴേക്ക്, അപ്പോയിന്റ്മെന്റ് കിട്ടുമ്പോഴേക്ക് എല്ലാവരും ഡിവിഷനൊക്കെ സെലക്ട് ചെയ്ത് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്ത് ചെയ്യണം, ജോലി നിർത്തണോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണം? ഹാപ്പി സോണിന്റെ ഇതേപോലുള്ള ഒരു ബേസിക് കഴിഞ്ഞു നിൽക്കുന്ന സമയമാണത്. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഹാപ്പി സോണിൽ അന്ന് അദ്ദേഹം ഏകദേശം 50 കിലോമീറ്ററിനും താണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ്ങിന് വരിക. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ ട്രെയിനിങ് ബേസിക് കഴിഞ്ഞതല്ല? അതെ. എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ചുരുക്കി പറയാം, ഈ SSLC ഡിവിഷനിൽ എല്ലാ അധ്യാപകരും ആ ക്ലാസ്സിൽ വരുമ്പോൾ, അല്ല, ആ സ്ഥാപനത്തിലെ എല്ലാ അധ്യാപകരും ഏത് ക്ലാസ്സിൽ പോകുമ്പോഴും കൂടെ വടിയുണ്ടാവും. കാരണം മുഴുവൻ 90% വിദ്യാർത്ഥികളും ലഹരിയുടെയും അതുപോലെ പഠനത്തിൽ വളരെ മോശം പശ്ചാത്തലത്തിന്റെയും വക്താക്കളാണ്. ഇദ്ദേഹത്തിനാണെങ്കിൽ സബ്ജക്റ്റ് മാത്തമാറ്റിക്സ്, കയറ്റവും വളവും ഒന്നിച്ചാൽ. അദ്ദേഹം ഈ സമയത്ത് എന്നോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നിങ്ങൾ നല്ല അധ്യാപകനാകണം. നല്ല അധ്യാപകനാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കാളപൂട്ടുകാരന്റെ ആയുധം എടുക്കരുത്. വടി അധ്യാപകന്റെ ആയുധമല്ല, വടി ഒരു ടീച്ചറുടെ ആയുധമല്ല. ഒരു ടീച്ചർ സ്വയമേവ സന്ദർഭ ഭാഷ കൊണ്ട് പ്രഖ്യാപിക്കലാണ് ഐ ആം ഫെയിലിയർ, ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് സ്വയമേവ പ്രഖ്യാപിക്കാനുള്ള സാന്ദർഭിക ഭാഷയാണ് ഒരു ടീച്ചറുടെ കയ്യിലെ വടി. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഏകപക്ഷീയമായി കേൾക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യാം. ഇവിടെ ആ അധ്യാപകൻ എന്ത് ചെയ്തു എന്നറിയോ? ഒരു വർഷത്തിനിടയിൽ അദ്ദേഹത്തിന്റെ 1ാം ഘട്ടത്തിൽ തന്നെ അദ്ദേഹം വിജയിച്ചു. ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഏത് വിഷയത്തിൽ പരാജയപ്പെട്ടാലും മാത്തമാറ്റിക്സിൽ പരാജയപ്പെടാത്ത വിധം വിജയിച്ചു. ഒരു ലാസ്റ്റ് ഘട്ടത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കേസ് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതേതെന്നറിയോ? ഒരു കുട്ടി. ഈ കുട്ടി എപ്പോഴും മോഷണത്തിലും
അതുപോലെ ഡ്രഗ്സിന്റെ കരിയറായിട്ടൊക്കെ പിടിക്കപ്പെട്ടു. ഈ കുട്ടിയെ മാത്രം ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്നറിയോ? ഫാദർ ഒരു ബസ് കണ്ടക്ടറാണ്, സ്ഥിരമായി മദ്യപിക്കും. ഇതും കൂടി ആവുമ്പോൾ പിന്നെ എങ്ങനെ ഡീൽ ചെയ്യും? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഏറെക്കുറെയൊക്കെ ഡീൽ ചെയ്യാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. പക്ഷേ പ്രതിസന്ധി എന്താ അറിയോ? ഞാൻ ഹെഡ് മാസ്റ്റർ അല്ല, ഹെഡ് മാസ്റ്റർ മറ്റൊരാളുണ്ട്. ഞാൻ ഈ വിദ്യാർത്ഥിയെ, ഈ രക്ഷിതാവിനെ ലീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ജപ്പാനീസ് ലാംഗ്വേജ് പറഞ്ഞാൽ അയാൾ ചൈനീസ് പറയും. അപ്പൊ കുഴപ്പമാവും. അതുകൊണ്ട് സ്കൂളിലേക്ക് വിളിപ്പിച്ചാൽ ഞാൻ കുടുങ്ങും. അതുകൊണ്ട് ഹാപ്പി സോണിലേക്ക് അയക്കുന്നു. ഏകദേശം ഒരു 40-50 കിലോമീറ്റർ അകലെയുള്ള ഹാപ്പി സോണിന്റെ ഒരു ട്രെയിനിങ് സെന്ററിലേക്ക് അദ്ദേഹം ഈ രക്ഷിതാക്കളെ അയച്ചു കുട്ടിയെ. 3 ആഴ്ച കഴിയുമ്പോൾ ആ രക്ഷിതാവ് എന്നെ വിളിക്കുന്നു. ഇതൊക്കെ വിശദമായി പറയേണ്ട മാറ്ററാണ്, ഞാനിങ്ങനെ ചുരുക്കി പറയുന്നത് ഈ എക്സ്പീരിയൻസ് പറയാനാണ്. ഈ രക്ഷിതാക്കൾ അതിൽ മാതാവ് എന്നെ വിളിക്കുന്നു. അതെ, 3 ആഴ്ച കഴിയുമ്പോഴേക്ക് ഞാൻ വന്നത് മുതലായി. കാരണം സ്ഥിരമായി പൊട്ടിത്തെറിച്ച് മാത്രം സംസാരിക്കുന്ന മോനാണ് എൻ്റെത്. അവൻ അവിടെ വന്നതിന് ശേഷം ഒരാഴ്ച തികയുമ്പോൾ അവൻ മാറി. അവനിപ്പോൾ പഠിക്കാൻ തുടങ്ങി. പക്ഷെ ഇന്നൊരു വലിയ സംഭവമുണ്ട്. മോഡൽ എക്സാം തുടങ്ങിയ സമയത്ത് ഇവൻ നേരത്തെ തന്നെ ക്ലാസ്സിലേക്ക് പോയി. ടീച്ചർ സാധാരണയിലും വൈകിയെത്തി. ടീച്ചർ എത്താൻ വൈകിയപ്പോൾ ഇവന് യൂറിനൈസ് മൂത്രമൊഴിക്കാൻ മുട്ടിയപ്പോൾ ഇവൻ പുറത്തുപോയി തിരിച്ചു വരുമ്പോൾ യാദൃശികമായി ക്ലാസിന്റെ എൻട്രല്, ക്ലാസിന്റെ വാതിൽക്കൽ ഇവൻ എത്തുമ്പോൾ മറ്റൊരു കുട്ടി ക്ലാസ്സിലേക്ക് വൈകി വന്നിരിക്കുന്നു. പ്രകോപിതയായ ടീച്ചർ എന്ത് ചെയ്തു? 2 പേരെയും ഒന്നിച്ച് ഗെറ്റൗട്ടടിച്ചു. ഇവൻ പറഞ്ഞു നോക്കി, ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. ടീച്ചർ കേട്ടില്ല. കാരണം ഇവനൊരു നല്ല ഹിസ്റ്ററി നേരത്തെ ഉള്ളത് കൊണ്ട്. ഇവൻ അങ്ങനെ ഒരു നടപ്പ് നേരത്തെ ഉള്ളത് കൊണ്ട് മുൻകാല പ്രാബല്യത്തിൽ ടീച്ചർ ഈ ഹെഡ് മാസ്റ്റർക്ക് റെക്കമെൻഡ് കൊടുത്തു, ഇവനെ ക്ലാസ്സിലേക്ക് അയക്കാനേ പാടില്ല. ഹെഡ് മാസ്റ്ററും പൂർവോപരി ശക്തിയോടത് ശരിവെച്ചു. വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇനി ഇങ്ങോട്ട് അയക്കാൻ പാടില്ല. ഈ മാതാവ് എന്നോട് ചോദിക്കുന്നത്, നേരത്തെ ആണെങ്കിലും വീട്ടിലേക്കൊന്നും വരൂല, അവനറിയാം എന്തൊക്കെയാ ചെയ്യേണ്ടത്. ഇന്നവൻ നേരെ വീട്ടിൽ വന്നു. എന്നോട് ചോദിച്ചു, നമ്മളെ നന്നാകാനൊന്നും ആരും സമ്മതിക്കൂലേ? ആ ചോദ്യം കൂടെ ആയപ്പോ ഈ മാതാവ് എന്നോട് പറയാ, ഞാൻ ആകെ വല്ലാതായി. എന്ത് ചെയ്യും? ഈ അധ്യാപകരോട് എന്റെ മോൻ നന്നായി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? ഇല്ല. ഈ മകനെ തള്ളി പറയാൻ പറ്റുമോ? അതുമില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തെ കുട്ടിയെ തിരിച്ചു വിളിക്കുന്ന സമയത്ത് ഈ കുട്ടിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. എന്തിനാണെന്നറിയോ? നീ ഇതൊന്നും പഠിച്ചിട്ടില്ല, പഠിച്ചോളണം എന്ന് പറയാൻ. ചോദിച്ച 5 ചോദ്യത്തിന് ഇവൻ ആൻസർ പറഞ്ഞപ്പോ ഈ ഹെഡ് മാസ്റ്റർ ഇവന്റെ മുഖത്തും മാതാവിന്റെ മുഖത്തും മാറി നോക്കി, ഇതെന്താ പറ്റിയത്? ഈ മാതാവ് ഉണ്ടായ സംഭവം പറഞ്ഞു. ഇവിടെ സന്ദർഭവശാൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനെ ഒരാളുടെ ഒരു പ്രസൻസ് ഉണ്ടായാൽ ഇത്രയും തലത്തിൽ വിദ്യാർത്ഥികൾ മാറുമെങ്കിൽ, ഇത് ഒരു ഒറ്റപ്പെട്ട അനുഭവമല്ല ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 12 വർഷത്തിന് ശേഷം ഞാൻ 8 വർഷമായി ഇത് പ്രാക്ടീസ് ചെയ്യുന്നു. ഈ 8 വർഷത്തിനിടയിൽ ഞാൻ പരാജയപ്പെട്ടത് കണ്ടിട്ടില്ല. അതായത് പാരൻസ് ടീച്ചർ വില്ലിങ് ആണോ, പരാജയം കാണുന്നില്ല. എന്നാലും ഞാൻ പറയുമ്പോൾ 100% റിസൾട്ട് എന്ന് പറയാറില്ല. പക്ഷേ അനുഭവം അതാണ്. പാലക്കാട് നിന്ന് കഴിഞ്ഞ വർഷം ഒരു ഹയർ സെക്കൻഡറി സ്റ്റുഡന്റിന്റെ ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫീൽ ചെയ്തത് എന്താ അറിയാം? അവർ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്, ഞങ്ങളുടെ ഈ പവിത്രമായ വിദ്യാലയത്തിൽ ഒരു അധ്യാപകൻ പോലുമില്ല ഒരു കുട്ടിയെ അറിഞ്ഞ് കൂടെ നിൽക്കാനും ഒരു കുട്ടിയെ അറിഞ്ഞ് സംവദിക്കാനും കഴിയുന്ന ഒരാൾ പോലും ഇല്ലെന്ന് അവർ നാട്ടുകാരോട് ഉച്ചത്ത് വിളിച്ചു പറഞ്ഞതാണ് ആ വീഡിയോ. അവരങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവർ വിളിച്ചു പറഞ്ഞത് അങ്ങനെയാണ് ആ വീഡിയോയിലൂടെ. ഏതൊരു വിദ്യാർത്ഥിയും അടിസ്ഥാനപരമായി നല്ലവനാണ്. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പ്രസ്താവനയുണ്ട്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര.
ഫഅബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി. ഒരു കുട്ടി ജനിച്ചു വീഴുന്നത് മനുഷ്യന്റെ ശുദ്ധ പ്രകൃതത്തിലാണ്. പിന്നെ അവൻ അബദ്ധം വരുന്നത് അവന്റെ പരിസരത്ത് നിന്നാണ്. അവന്റെ അറൗണ്ടസ് അഡൽസ്, അവരിൽ നിന്നാണ് പ്രശ്നങ്ങൾ ഉദിക്കുന്നത്. ഇതാണ് ഒരു പരമസത്യം. ഞാൻ എൻ്റെ വിവരണത്തെ ഇവിടെ ക്ലോസ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി. ഞാൻ ഇത്രയും പറഞ്ഞതിൽ ഒരു പക്ഷത്ത് പ്രശ്നസങ്കീർണമായ ഒരു അധ്യാപനം ഉണ്ടായിരിക്കാം. അതുപോലെ ഒരുപാട് തരം പ്രതിസന്ധികൾ നമ്മുടെ പോക്കറ്റിൽ, നമ്മുടെ ബാഗിൽ, നമ്മുടെ ഡയറിയിൽ ഉണ്ടായിരിക്കാം. നമുക്കത് വെച്ച് ഈ ദിവസത്തെ ഒരു പ്രവർത്തനക്ഷമമാക്കാം. ഈ ദിവസത്തെ നമുക്കൊരു വിശകലന വിധേയമാക്കാം. നല്ല ഒരു ചർച്ചക്കും നല്ല ഒരു ഉപചർച്ചകൾക്കുമായി ഈ ദിവസത്തെ ഉപയോഗിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് പറയാനുള്ളതിനെ ഞാൻ ഒന്നുകൂടി അണ്ടർലൈൻ ചെയ്യുന്നത്, നിലവിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൂടെ തന്നെ ഞാനിത് പറയുമ്പോൾ ക്ലാസ് റൂമിന്റെ സ്ട്രെങ്ത്, അതുപോലെ നിലവിൽ പഠിപ്പിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കുകളും അതിലെ പഠിപ്പിക്കപ്പെടാനുള്ള ആ ഏരിയകളുടെ വ്യാപ്തിയും ഒന്നും മറന്നിട്ടല്ല. സ്കൂളിൽ വന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ നിലവിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളൊന്നും ഇല്ല എന്ന് വിശ്വസിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അതുണ്ടെങ്കിൽ പോലും നമുക്ക് തിരുത്താൻ കഴിയും. നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിനെല്ലാം ഞാൻ പറഞ്ഞ വശത്തേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരാൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള മികവുറ്റ ഒരു വിഭാഗം ടീച്ചേഴ്സിന്റെ മുമ്പിൽ, സിറാജുൽ ഹുദയിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കേരളത്തിലെ ആയിരക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഞങ്ങൾ പഠന വിധേയമാക്കാറുണ്ട് സ്കൂളിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി. അതിൽ കേരളത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ആദ്യ എണ്ണങ്ങളിൽ ഒന്നാണ് മഅദീൻ പബ്ലിക് സ്കൂൾ. ഇതറിഞ്ഞുകൊണ്ടും ബോധ്യത്തോടെയും തന്നെ ഞാൻ നമ്മുടെ മുമ്പിൽ നിന്ന് പറയുന്നു, നമുക്ക് ഇവിടെ ഈ വിഷയത്തിൽ, അതായത് അധ്യാപനവും നമ്മുടെ ടീച്ചിങ് മേഖലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നല്ല ഒരു ഇന്ററാക്ഷൻ സെഷനോടുകൂടെ തന്നെ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ആദ്യമൊക്കെ പെട്ടെന്ന് വിഷയങ്ങൾ പഠിച്ചെടുത്ത് മുന്നോട്ട് പോകാമെന്നതായിരുന്നു ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ എൻ്റെ ധാരണ. ഞാൻ ഈ അടുത്ത് കണക്ക് കൂട്ടി നോക്കുമ്പോൾ 1 കോടിയുടെ മേലെ രൂപ ഞാൻ ചെലവിട്ടിട്ടുണ്ടാകും ഈ രീതിയിൽ ഇത് ഡെവലപ്പാകാൻ. അല്ലാതെ ട്രെയിനിങ് മേഖലയിൽ സാധാരണ ട്രെയിനേഴ്സ് ഇതുപോലെ എഴുന്നേറ്റ് നിന്ന് ഞാനീ പറഞ്ഞ പ്രസ്താവന നടത്തിയാൽ ചോദ്യം വരും. ചോദ്യങ്ങൾ വന്നാൽ ഉത്തരം പറയുന്ന സമയത്ത് കുറേയൊക്കെ അങ്ങനെ ഉണ്ടാകും എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അത് പറയാനല്ല ഞാൻ എഴുന്നേറ്റുന്നത്. അവിടെയും പരിഹാരം പറയാൻ കഴിയും എന്ന് ബോധ്യത്തോടെയാണ് എഴുന്നേറ്റുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിക്കാൻ സമയം ദൈർഘ്യം വേണമെങ്കിൽ ഞാൻ വീണ്ടും വിഷയസംബന്ധിയായി സംസാരിക്കും. നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഇരുന്നോ നിന്നോ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ച് ഇവിടെ കേൾക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് സംവദിക്കാം, ഇടപെടാം. വളരെ സൗഹൃദമുള്ള മനസ്സോടുകൂടെ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി സദസ്സ് അനുവദിക്കുന്നു. ആർക്കും ജസ്റ്റ് ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തിട്ട് മൈക്ക് ഉപയോഗിക്കും. ആർക്കും വേണം. ഇതില് പലപ്പോഴും നമ്മൾ ഈ ടീച്ചിങ് ഫീ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക തല്ലിനെ കുറിച്ചാണ് കൂടുതൽ ചോദിക്കുക. പക്ഷെ അതിന് ഈ കാലത്ത് വലിയ പ്രസക്തിയൊന്നുമില്ല, എന്നാലും ചോദിക്കുക. ഈ അടുത്ത് കഴിഞ്ഞ ദിവസം എനിക്കൊരാള്, ഞാനൊരു ട്രെയിനേഴ്സ് ഒരു ടീമുണ്ട്, ഈ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. ആ കോഴ്സിൽ ഒരാള് ഒരു പത്രക്കുറിപ്പ് കൊണ്ടുവന്നിട്ടു. ഹൈക്കോടതി ജഡ്ജി ചൂരലാകാം എന്ന് പറഞ്ഞ വിധിയുടെ ആ പത്രകൃത്യം. ഈ 3 ദിവസം മുമ്പ് ഞാൻ കൊല്ലത്ത് ഒരു അധ്യാപകരുടെ ഒരു ശില്പശാലയിൽ സംസാരിക്കുമ്പോൾ, ഇതുപോലൊരു ട്രെയിനിങ്ങിന് നിൽക്കുമ്പോൾ, അവിടെ പ്രഗത്ഭനായ ഒരാൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പരാമർശിച്ചു എൻ്റെ തൊട്ടു മുമ്പ്
ഈ കോടതി വിധി നമുക്ക് വലിയ ആശ്വാസമാണ്. ഞാൻ കുറെ സമയം ആലോചിച്ചു. ഞാൻ അവിടെ ആദ്യം തന്നെ പറഞ്ഞു, അധ്യാപകന്റെ കയ്യിലെ ആയുധമല്ല വടി. വിദ്യാഭ്യാസ പ്രക്രിയയിൽ, എനിക്കറിയാവുന്ന വിദ്യാഭ്യാസ പ്രക്രിയയിലെ ആദ്യ അധ്യാപകനാണ് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം ഏറ്റവും നല്ല നല്ല അധ്യാപകനെന്ന് അംഗീകരിച്ച ആളും സ്വയം ഞാനൊരു സമുദായത്തിന് അധ്യാപകനാണെന്ന് പ്രഖ്യാപിച്ച ആളുമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിഭാഗത്തെ അധ്യാപനം നടത്തി അധ്യാപനത്തിന് പറ്റുന്ന രീതിയിൽ അവരെ പരിവർത്തിപ്പിച്ചതിന് ശേഷം അവരെ പലരിടത്തേക്കായി നിയോഗിക്കുന്ന സമയത്ത് അവർക്ക് നൽകുന്ന ട്രെയിനിങ്ങിന്റെ ബേസിക് ഫിലോസഫി പറഞ്ഞത് ബശ്ശിറു വലാ തുനഫിറു, യസ്സിറു വലാ തുഅസ്സിറു. ഈ വാക്കിന്റെ അർത്ഥം നിങ്ങളുടെ ടീച്ചിങ് മോഡ് ഹാപ്പിയസ്റ്റ് മോഡായിരിക്കണം, ഒരിക്കലും വെറുപ്പിക്കൽ സാഹചര്യം. ടീച്ചർ ക്ലാസ് റൂമിലേക്ക് വരുമ്പോ അയ്യോ ടീച്ചർ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാജയം. ഹായ് നമ്മുടെ ടീച്ചർ വരുന്നുണ്ട് എന്നാണ് കുട്ടികൾ പറയുന്നതെങ്കിൽ നാം വിജയിച്ചു. സ്കൂള് വിട്ട് ദേശീയഗാനം ചൊല്ലി ടിം എന്നടിക്കുന്ന സമയത്ത് കുട്ടിയുടെ മനസ്സിൽ, ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു കെമിസ്ട്രി ഉണ്ട്, ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. അത് സ്കൂളിലേക്ക് പാഠപുസ്തകവും ബാഗും ഒക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ബസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്നുണ്ടോ? നമ്മുടെ ക്യാമ്പസ് റൈറ്റ് മോഡാണ്. ഇല്ല, നമ്മുടെ ക്യാമ്പസിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്നും ഉണ്ടല്ലോ സ്കൂള്. അങ്ങനെ ഇറങ്ങുന്നുണ്ടെങ്കിൽ നാം റോങ് മോഡിലാണ് നമ്മുടെ വണ്ടി ഓടുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചോദ്യം ആരംഭിക്കാം. ഇവിടെ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ആരംഭിക്കാം. ഞാൻ പറയുന്നു, ഈ സദസ്സ് പിരിയും മുമ്പ് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാനത് സ്ഥിരപ്പെടുത്തിയിട്ട് മാത്രമേ ഇവിടെ നിന്നിറങ്ങൂ. ഞാൻ ട്രെയിനിങ് ഒക്കെ അഗ്രി ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, ഞാൻ ഈ പറഞ്ഞ അച്ചീവ്മെന്റ്സ്, ഞാൻ പറയുന്ന ചില്ലറ കണ്ടീഷൻസ് ഉണ്ട്. എന്താ കണ്ടീഷൻസ് എന്നറിയോ? ട്രെയിനിങ്ങിന് വരുമ്പോൾ ഞാൻ പറയുന്ന ആകെയുള്ള കണ്ടീഷൻസ്: ബി ഓപ്പൺ, ബി ഹോണസ്റ്റ്. നിങ്ങൾ സത്യസന്ധവും ഓപ്പണും ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ അച്ചീവ്മെന്റ് ഉണ്ടാകും. ഞാൻ പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റിന്റെ ആക്ടിവിറ്റീസ്, അത് ട്രെയിനിങ് മോഡിൽ ചെയ്യാൻ റെഡിയാണെങ്കിൽ, ഞാൻ ഒരു ക്യാഷ് എമൗണ്ട് പറഞ്ഞിട്ടൊക്കെയാണ് ട്രെയിനിങ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ക്യാഷ് ബാക്ക് പറയാറുണ്ട്, വിത്ത് പെനാൽറ്റി, ഫൈൻ. അതായത് ഞാൻ പറഞ്ഞ അച്ചീവ്മെന്റ് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ വന്ന ചെലവടക്കം, അടച്ച ഫീസും വന്ന ചിലവും അടക്കം തിരിച്ചു നൽകുമെന്ന് പറയാറുണ്ട്. അത്രയേറെ ആത്മവിശ്വാസത്തോടെ ഞാൻ പറയുന്നു, തീർച്ചയായും നമുക്ക് സാധിക്കും. അതാണ് ശരി. ക്യാമ്പസ് ലോകം അങ്ങനെയാണ്. അതിന് മനസ്സ് തുറന്ന് ഓപ്പണായിട്ട് നാം സംസാരിക്കുക, ഇടപെടുക. തീർച്ചയായും നമുക്ക് സാധിക്കും. നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ ഇങ്ങനെ സാധിക്കാറുണ്ടോ? ഇല്ലേ? ഇന്റർവ്യൂ വേണോ? മടുക്കുന്നൊക്കെയുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇവിടെ ഇനി നിങ്ങൾ സംസാരിക്കാത്തത് കൊണ്ട് ഞാൻ ഇടപെടട്ടെ. ആരെയും സ്വാഗതം ചെയ്തു കേട്ടോ. നിങ്ങൾ എൻ്റെ മുമ്പിൽ പരാജയപ്പെടുത്തരുത്. ഇനി അഥവാ നിങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കും. എന്ത്? നിങ്ങൾ എനിക്ക് തെളിയിച്ചു തരേണ്ടി വരും ഞാൻ ഇപ്പം പറഞ്ഞത്. വേണ്ടേ? അത് ഞാൻ പറഞ്ഞു. ഒന്ന്, ഒരു ക്യാമ്പസ് റൈറ്റ് മോഡാണെങ്കിൽ നിങ്ങൾക്ക് ചുമതലയുള്ള ക്ലാസ് അത് ഓൺ റൈറ്റ് ആണ് പോകുന്നതെങ്കിൽ, ആ ക്യാമ്പസിലെ ഓരോ കുട്ടിയും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വളരെ സന്തോഷത്തോടെ ഇറങ്ങുമെന്ന് പറയാൻ കഴിയും. രണ്ട്, ഞാൻ പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഈ അധ്യാപനം, ടീച്ചിങ്, ഇത് ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടിയും കഷ്ടപ്പെടാൻ പാടില്ല. ഒരു കുട്ടിയും കഷ്ടപ്പെടാൻ പാടില്ല.
ഒരു കുട്ടിയും വിഷമിച്ചത് ചെയ്യാൻ പാടില്ല, ആസ്വദിച്ചേ ചെയ്യാൻ പാടുള്ളൂ. അതാണ് വിദ്യാഭ്യാസം. അങ്ങനെ സാധിക്കും എന്ന് സ്ഥിരപ്പെടുത്തലാണ് ഇന്ന് എൻ്റെ പ്രധാന ചുമതല. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഏറ്റെടുക്കുന്നത്, ഇത്ര ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നത്. ഇനി 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 സാറ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, എന്താ അറിയാം, നേരത്തെ ഞാൻ പറഞ്ഞു 4 അച്ചീവ്മെന്റ്സ് പറഞ്ഞില്ലേ, ഹാപ്പിയസ്റ്റ് മോഡ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വിഷമം അനുഭവിച്ചുകൊണ്ട് ക്ലാസ് റൂമിലേക്ക് പോകുന്നത് ഒരു മിസ്റ്റേക്കാണ്, പാടില്ല. ഞാൻ മാനേജറായി വർക്ക് ചെയ്തിട്ടുണ്ട് ദീർഘകാലം. ധാരാളം ടീച്ചേഴ്സിന് സാലറി കൊടുക്കുന്ന പൊസിഷനിൽ ഇരുന്നിട്ടുണ്ട്. എനിക്കറിയാവുന്ന എബോവ് 80% ജീവിതത്തെ വളരെ വിഷമത്തോടെ അഭിമുഖീകരിക്കുന്നവരാണ് ടീച്ചേഴ്സ്. എങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ഇതിന് വല്ല പരിഹാരമുണ്ടോ? ഷോ യു. ഞാനത് നിങ്ങൾ കൺവിൻസ് ചെയ്തു തരും. ഒരു 4 മാസം, ഞാൻ 5 മാസമാണ് പറഞ്ഞത്, 4 മാസത്തെ പ്രോസസ്സിൽ നിങ്ങൾ ഓപ്പണായിട്ട് ഈ പ്രോസസ്സിങ്ങിൽ പങ്കെടുക്കുമെങ്കിൽ നിങ്ങൾ പറയും, ഓൾറെഡി നിങ്ങൾ ഏത് തരത്തിലുള്ള ലൈഫ് ഒബ്സ്റ്റാക്കിൾസ് ലീഡ് ചെയ്യുമ്പോഴും, ജീവിതത്തിൽ ഏത് തരത്തിലുള്ള പ്രതിസന്ധിയെ നിങ്ങൾ കയ്യിൽ വെച്ച് മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾ വളരെ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഈ ലൈഫ് ലീഡ് ചെയ്യും എന്ന് സ്വയം സമ്മതിക്കും വിധം ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് നിങ്ങളെ ലീഡ് ചെയ്യാൻ കഴിയും. ഇതാണ് ടീച്ചേഴ്സ് ട്രെയിനിങ്. ഇതാണ് ടീച്ചേഴ്സ് ട്രെയിനിങ്. സാർ പറഞ്ഞ പോയിന്റ് ഇതാണ്. നമുക്കാദ്യം കയ്യിൽ ഇത് വരണ്ടേ, കഴിയും എന്ന് ഞാൻ പറയും. പുതിയ ലോകത്ത് ഇതുപോലൊരു ക്യാമ്പസ് ടീമൊക്കെ ഒന്നിച്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്, ഒട്ടും കഷ്ടപ്പാടില്ലാതെ കഴിയും. എപ്പോ ഈ 40-40-ലധികവും വിദ്യാർത്ഥികളെ മുമ്പിലിരുത്തി പ്രഭാഷണം നടത്താൻ നിയോഗം ലഭിച്ചവരായിരിക്കുമ്പോഴും അപ്പോഴും കഴിയുമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിൽ അധ്യാപകരുണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി യുവർ ബിഹേവിയർ. എന്താണ് ബിഹേവിയർ? എന്താണ് സ്വഭാവം? ഞാൻ എന്താണ് സ്വഭാവം എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും എന്നോട് പറയാൻ പറ്റും? ആർക്കും പറയിപ്പിക്കൊന്നുമില്ല കേട്ടോ, അങ്ങനെ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. അതൊരു ഓൺ റൂട്ട്, ശരിയുള്ള റൂട്ടല്ല. അപ്പൊ ഞാൻ ബഷീറു എന്ന് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റായി മാറും. മടുപ്പിക്കാൻ പാടില്ല. സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ കാണുമ്പോൾ അവർക്ക് സന്തോഷമുണ്ടാവുന്ന പ്രവൃത്തി നമ്മളിൽ നിന്ന് വരുന്നതാണ് സ്വഭാവം. നമ്മുടെ ആക്ഷൻസിൽ നിങ്ങളെ വേർഡ് ഉൾപ്പെടെ, നിങ്ങളെ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ. ഞാനൊരു 5 കാര്യം പറയാം. ഒരു ടീച്ചർ ഒരു ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ തൻ്റെ സ്റ്റുഡൻറ്റിനെ സന്തോഷിപ്പിക്കാവുന്ന 5 കാര്യങ്ങൾ. ഞാൻ ഒരിക്കലും ഇത് പറയുമ്പോൾ അധ്യാപകരുടെ ഒരു വർക്ക്ഷോപ്പിൽ പറയായിരുന്നു. അപ്പോൾ ഒരു അധ്യാപകൻ എന്നോട് പെട്ടെന്ന് ദേഷ്യം വന്നു. കാരണം ഞാൻ എന്താ പറയുന്നതെന്നറിയോ? ഒരു അധ്യാപകൻ കുട്ടിയെ കണ്ടുമുട്ടുന്ന ആദ്യ പശ്ചാത്തലത്തിൽ തന്നെ സന്തോഷിപ്പിക്കുന്ന 5 കാര്യങ്ങൾ ഉണ്ടാകണം എന്നാ പറയുന്നത്. അല്ലെങ്കിൽ തന്നെ മാറ്റർ ഇത് തീർക്കാൻ സിലബസ് തീരുന്നില്ല. അതിൻ്റെ കൂടെ വിദ്യാർത്ഥികളെ സന്തോഷിപ്പിക്കുന്ന 5 കാര്യം എല്ലാ ദിവസവും ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തുടങ്ങാം. നമ്പർ 1, ഐ കോണ്ടാക്ട്. നമ്പർ 1, ഐ കോണ്ടാക്ട്. 3 സെക്കൻഡ് മതിയാകും. 40 കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമിൽ 5 സെക്കൻഡ് മതിയാകും. ഐ കോണ്ടാക്ട്. ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ കണ്ണു മുഴിക്കലല്ലോ, അല്ല, കുട്ടികൾക്ക് സന്തോഷമുണ്ടാകുന്ന, പരിഗണന ഫീൽ ചെയ്യുന്ന നോട്ടം. അതാണ് ഐ കോണ്ടാക്ട്. സെക്കൻഡ് 1, സ്മൈൽ. പുഞ്ചിരിക്കുക. നമ്മുടെ വിദ്യാർത്ഥികളോട് പുഞ്ചിരിക്കാൻ പറ്റണം. ചിലർക്ക് ഭയമാണ്. ചിലർക്ക് ചോദിക്കുന്നത് എന്താ അറിയോ? സാറേ, പുഞ്ചിരിക്കുകയും കൂടി ചെയ്താൽ ഇവർ തലേ കയറൂലേ?
പുഞ്ചിരിക്കുകയും കൂടെ ചെയ്താൽ ഇവർ തലയിൽ കയറുമെന്നാണ് ചിലർ പറയുന്നത്. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ അതിന് ആൻസർ പറയൂ. തേർഡ് വൺ, നിങ്ങൾ അവരെ വിഷ് ചെയ്യണം. വിഷ് ചെയ്യുന്ന സമയത്ത് ഗുഡ് മോർണിംഗ്, ഓക്കെ. ഫോർത്ത്, ഹൗ ആർ യു? ഈ കുട്ടികളെ വിശേഷമൊക്കെ ഓക്കെ അല്ലേ, സന്തോഷമല്ലേ, ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. കുഴപ്പമില്ല, ചെയ്യണം. അത് ചെയ്യാൻ മാത്രം മനസ്സുകൊണ്ട് നമ്മളിൽ നിന്ന് കോംപ്ലക്സ് കളയണം. കുട്ടികളോട് മനസ്സുകൊണ്ട് ഇണങ്ങണം. ഈ നാലിലും ഉള്ള ഡിമാൻഡ്. ഞാനൊരു ദിവസം ഇത് പറഞ്ഞപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് എന്നോട് പറഞ്ഞു, അതൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ സിംറ്റംസ് ഒന്നും എവിടെയില്ല, ഗ്രൗണ്ടിലില്ല. ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. ഹൗ ആർ യു എന്ന് ചോദിക്കുന്നുണ്ട്. ആ വാക്കും അയാളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ക്ലാസ്സിലേക്ക് വരുമ്പോ അവർ ഹൗ ആർ യു ചോദിക്കുന്നുണ്ട്, പക്ഷെ വാക്കിനൊരു മീനിങ്. ഹൗ ആർ യു എന്നുള്ളത് എന്തിനാ? ക്വസ്റ്റ്യൻ ഫോർ ആൻസർ ആണോ? അല്ലല്ലോ. മേക്ക് ഹാപ്പി, ഒരു ഹാപ്പി ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു പ്രോസസ് അല്ലേ. പക്ഷെ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെയാണ് പ്രശ്നം. ഇവിടെയാണ് പ്രശ്നം. അഞ്ചാമത്തതാണ് ഫിസിക്കൽ ടച്ച് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ജസ്റ്റ് ആക്ഷൻ ഒക്കെ മതി, ലൈക്ക് അല്ലെങ്കിൽ എന്താണോ ആക്ഷൻ മതി. ഇതാണ് ഒരു കുട്ടിക്ക് ഒരു ടീച്ചറെ കണ്ടുമുട്ടുന്ന സമയത്ത് യാതൊരു ജഡ്ജ്മെന്റും ഇല്ലാതെ, മുൻവിധിയും ഇല്ലാതെ മിനിമം 5 കാര്യങ്ങൾ. ഈ 5 കാര്യം ചെയ്യാൻ എത്ര സമയം വേണം? ടോട്ടലി 5 സെക്കൻഡ്സ്. ഇത്ര ആവശ്യമുള്ളൂ. ഇത് നമ്മളെ ബിഹേവിയർ ആകണം. എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നറിയോ? ട്രെയിൻ ചെയ്യേണ്ടത്, ട്രെയിനിങ് നടത്തേണ്ടത് 3 സ്റ്റെപ്പ് കവർ ചെയ്താലാണ് ചെയ്തു എന്ന് പറയുക. ഞങ്ങളുടെ ട്രെയിനിങ് ഫീൽഡിൽ നമ്മൾ ഉപയോഗിക്കാറുള്ള ഫ്രേസാണ് DRS, ഡൂയിങ്, റെക്കോർഡിംഗ്, ഷെയറിംഗ്. ഈ 3 സ്റ്റെപ്പിൽ ചെയ്താലേ അത് പരിശീലിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. ചിലവർ നാച്ചുറലി ചിരിക്കുന്നവരൊക്കെ ഉണ്ടാകും. പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ കഴിയില്ല. പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയില്ല. പ്രാക്ടീസ് ചെയ്താലോ ഇറ്റ്സ് എ പ്രൊഫഷണൽ അപ്രോച്ച്. അതൊരു പ്രൊഫഷണൽ അപ്രോച്ചാണ്. അത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യൽ എങ്ങനെയാ? ഡൂയിങ്, റെക്കോർഡിംഗ്, ഷെയറിംഗ്. എന്താ ഡൂയിങ്, റെക്കോർഡിംഗ്, ഷെയറിംഗ്? ജസ്റ്റ് എക്സ്പ്ലെയിൻ. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന്, അത് ചെയ്യലല്ല, വിദ്യാർത്ഥികളുടെ ചെയ്യാൻ തീരുമാനിക്കുന്നു, നടപ്പിലാക്കണം. 2, നിങ്ങൾ മിനി ഒരു 3 മാസമാണ് സാധാരണ സൈക്കോളജി പറയാറുള്ളത്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സിസ്റ്റം നിങ്ങൾക്കൊക്കെ പിന്തുണയും നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടെങ്കിൽ ഒരു 5 മാസമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. മന്ത്ലി വൺസ്, മാസത്തിലെ ഒരു സെഷൻ ഇതുപോലെ ഒന്നിച്ചിരിക്കുന്ന 5 സെഷൻ. ഈ ഒരു 5 സെഷന്റെ മുമ്പേ അഥവാ 1 or 2 സെഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് നിങ്ങളെല്ലാവരും വില്ലിങ് ആണെന്ന് വന്നാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കും. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് അടുത്ത ഒരു ഘട്ടം. അപ്പൊ ഈ കാലയളവിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായ ഒരു ചാർട്ട് നിങ്ങൾ ഡയറിയിൽ ഒരു പേജിൽ വരഞ്ഞു വെക്കും. ഡേറ്റ്, അതിന് നേരെ ഈ പറയപ്പെട്ട ആക്ടിവിറ്റീസ്. ഇതിന് ഞാൻ സാധാരണ പറയാറുള്ളത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, PR, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, PR എന്ന് ചുരുക്കി പറയും. ഇന്നത്തെ ഈ സംസാരത്തിലും ഇനി ഞാൻ പറയുമ്പോൾ PR എന്നാണ് പറയാറ്. 5 കാര്യങ്ങൾ ഓർക്കുന്നു. നമ്മുടെ പെരുമാറ്റമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പെരുമാറ്റത്തെ നാം പ്രൊഫഷണലി ട്രെയിൻ ചെയ്യുന്നു. അതാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അതിലെ 5 തിങ്സ് എടുക്കുന്നു. അതാണ് ഈ 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ പരിശീലിക്കുന്നതിന്റെ സ്റ്റെപ്പാണ് ഡൂയിങ്, സെക്കൻഡ് വൺ റെക്കോർഡിംഗ്, തേർഡ് ഷെയറിംഗ്. അപ്പോൾ റെക്കോർഡിംഗ് എവിടെയാണ്? നിങ്ങളുടെ പേജിൽ ടിക്ക് ചെയ്താൽ മതി, ഡേറ്റിന് നേരെ ടിക്ക് ചെയ്താൽ മതി. ഷെയറിംഗ് എവിടെയാണ്? ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. എങ്ങനെ ഷെയർ ചെയ്യേണ്ടതെന്നറിയോ? ഇതിലൊക്കെ ഓരോന്നിനും ഓരോ ഹെഡുമാരുണ്ടാവും അല്ലെ? ക്ലാസ്സുകൾക്ക് ഹെഡുമാരുണ്ടാകും. ആ ക്ലാസ്സിലെ മെമ്പേഴ്സും ഒക്കെ ഓരോ ടീച്ചേഴ്സും എന്ത് ചെയ്യുന്നു? അത് ഷെയർ ചെയ്യുന്നു. ആ ഹെഡ് അത് റിപ്പോർട്ട് ചെയ്ത് വെക്കുന്നു.
അപ്പൊ ഷെയറിങ് നടന്നു. ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ചെയ്തോ ഇല്ലയോ, രണ്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ത്. തുടക്കത്തിലൊക്കെ ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ടീച്ചറെ എന്താ പറ്റിയത്. ടീച്ചർ ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, കുട്ടികൾ ചോദിക്കും. ചിലപ്പോഴൊക്കെ ചില കുട്ടികൾ വന്നിട്ട് പറയും, ടീച്ചറെ ഇനി മുതൽ എപ്പോഴും ഇങ്ങനെ മതി കേട്ടോ, അങ്ങനെ പറയും. വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ഉണ്ടാവും. ചില സമയത്ത് നിങ്ങളെ ഞെട്ടിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടാവും. അത് ഷെയർ ചെയ്യാതെ ബാക്കി വെച്ചാൽ നിങ്ങൾക്കത് മിസ്സാവും. ഡൗൺ 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 മിസ് പോ. ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓൺ എക്സ്പീരിയൻസ് ആയി അത് മാറും. ഇതാണ് ഡൂയിങ്, റെക്കോർഡിംഗ്, ഷെയറിംഗ്. ഷെയറിംഗ് എന്ന് പറയുന്നത് ചെയ്തോ ഇല്ലയോ, ചെയ്തപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതാണ് പരിശീലനം, DRS. ഇനി നമ്മൾ പറയുമ്പോഴൊക്കെ DRS എന്നാ പറയാ. പരിശീലനം എന്ന് പറയുമ്പോൾ DRS ചെയ്യണം എന്നാ പറയാം, ഡൂയിങ്, റെക്കോർഡിംഗ്, ഷെയറിംഗ്. അപ്പോൾ ഒരു അധ്യാപക, ഒരു ടീച്ചർ ഇങ്ങനെ ചെയ്യുമെങ്കിൽ നിങ്ങൾ ഒരു കുട്ടി ക്ലാസ് റൂമിലേക്ക് വരാൻ തോന്നാൻ വേണ്ടി ചെയ്യേണ്ടത് ഇത് മാത്രം. എന്നാൽ എന്ത് നടക്കും? ഒരു കുട്ടി സ്കൂളിൽ നിന്ന് പോകുന്ന സെയിം ഫീലിംഗ് സ്കൂളിലേക്ക് വരുമ്പോൾ ഉണ്ടാകും. പ്രിൻസിപ്പാൾ മുതൽ ഒരു വെഹിക്കിൾ സ്റ്റാഫ് വരെയുള്ള എനി പേഴ്സൺ, ഏതൊരു വ്യക്തിയും ഒരു സ്ഥാപനത്തിലേക്ക് കടന്നാൽ ഒരു കുട്ടിയോട് ഷൗട്ട് ചെയ്യില്ല, ഒരു കുട്ടിയോട് എന്തടാ എന്ന് പറയില്ല, ഒരു കുട്ടിയെ കണ്ണുമൊഴിക്കില്ല. കുട്ടിയെ റെസ്പെക്റ്റീവായിട്ട് മാത്രമേ ഡീൽ ചെയ്യൂ എങ്കിൽ ആ ക്യാമ്പസിലെ 3 months, ആ ക്യാമ്പസിലെ 3 മാസം ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയാക്കി മാറ്റും. ഒരു കുട്ടിയെ ശാന്ത സ്വഭാവക്കാരനാണ്. വെറുതെ നിങ്ങൾ വിശദീകരിച്ച് പഠിപ്പിക്കൊന്നും വേണ്ട, ശാന്തത പഠിപ്പിക്കൊന്നും വേണ്ട. ഒരു കുട്ടി പ്രിൻസിപ്പാൾസ് ഇതിലേക്ക് ചേംബറിലേക്ക് വന്നാൽ ഒരു കുട്ടിയോട് സംസാരിക്കേണ്ടത് ഇരിക്കട എന്ന് പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ എന്തടാന്ന് ചോദിച്ചിട്ടല്ല, പിന്നെ വളരെ റെസ്പെക്റ്റീവായ ഒരു വ്യക്തിയായിട്ട് കണ്ടിട്ടാണ്. ഒരു ടീച്ചർ ഒരു കുട്ടിയോട് സംസാരിക്കുന്നത് വളരെ റെസ്പെക്റ്റീവായിട്ടാണ്. ഒരു വെഹിക്കിൾ സ്റ്റാഫ് പോലും ഒരു കുട്ടിയോട് സംസാരിക്കുന്നത് റെസ്പെക്റ്റീവ്ലി ആണെങ്കിൽ ആ കുട്ടിയെ നിങ്ങൾ വെറുതെ പറഞ്ഞ് പഠിപ്പിക്കുകയൊന്നും വേണ്ട. വിത്തിൻ ഫ്യൂ മന്ത്സ് ആ കുട്ടി അത് പ്രാക്ടീസ് ചെയ്തിരിക്കും. കുട്ടിക്ക് കഴിയില്ല, ഈ ഗ്രൗണ്ടിന്റെ, ഈ സർക്കിളിന്റെ പുറത്തേക്ക് പോകാൻ കഴിയില്ല, അറപ്പ് തോന്നും. നമ്മൾ പുറത്തൊക്കെ പല രാജ്യങ്ങളിലും യാത്ര ചെയ്തു നോക്കൂ, നമുക്ക് നമ്മുടെ നാടിനോടൊരു തരം അസ്വസ്ഥത തോന്നും. പുറം രാജ്യങ്ങളിൽ ഒരു റോഡിലൊക്കെ നമ്മൾ യാത്ര ചെയ്താൽ നമ്മുടെ നാട്ടിലെ റോഡിനോടൊക്കെ നമുക്കൊരു തരം അങ്ങനെ തോന്നും. അവിടെ കുറെ പറയൊന്നും വേണ്ട. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരാൾ കയറാൻ നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ പോകും. പുറത്തൊന്നും അങ്ങനെയല്ല. ഒരാൾക്ക് ഒരു റോഡിലേക്ക് കയറാൻ തോന്നിയാൽ ആ പോകുന്നവർ നിർത്തി അവരെ കയറ്റിയിട്ട് അവർ പോകുള്ളൂ. അതാണ് സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡ് പഠിപ്പിക്കലല്ല, ചെയ്യലല്ല. സ്കൂൾ ടൈമിൽ ഇത് നടപ്പിലാക്കി തുടങ്ങിയാൽ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് നാട് മാറും. ശാന്തത സ്കൂൾ ടൈമിൽ കൊണ്ടുവന്നാൽ കുറഞ്ഞ നാളുകൊണ്ട് പൊളിറ്റീഷ്യൻസ് മാറും. ഇവിടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കുള്ളത്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്സ് പഠിച്ചിട്ട് ചെയ്യേണ്ടവരാണ്. അങ്ങനെ വരും നമ്മളെ നാട്ടിൽ. അതിന് നമുക്ക് സാധിക്കും. കുറഞ്ഞ വർഷങ്ങൾ നാം തീരുമാനിച്ചാൽ, നാം ശ്രമിച്ചാൽ. ഒരു മയദീൻ എന്ന ക്യാമ്പസ് കഴിഞ്ഞ ദിവസം നൗഫൽ സാറുടെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, ഇന്ത്യയിലെ തന്നെ ഒരു പക്ഷേ ശ്രദ്ധേയമായ സ്കൂളുകളായി നമുക്ക് ക്യാമ്പസിനെ എണ്ണാൻ പറ്റും. ശരിയാണ്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്ന മറ്റൊരു പോയിന്റ്, നാം ശ്രമിച്ചാൽ, നമ്മുടെ ശ്രമത്തെ പിന്തുണച്ചോ ഏറ്റുപിടിച്ചോ പിന്നാലെ വരാൻ ഇവിടെ രാജ്യത്ത് നിരവധി സ്കൂളുകൾ വരും. ഈ ക്യാമ്പസിനെ നയിക്കുന്ന ഇതിൻ്റെ കേന്ദ്രം പദുർസാദാത്ത് തങ്ങൾ ഉസ്താദ്, അല്ലാഹു മഹാനവർകൾക്ക് നല്ല ആയുസ്, ദീർഘായുസ് നൽകുമാറാകട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ മനസ്സുള്ള ആളാണ്. ഓരോ ടീച്ചറെയും ഈ മൈൻഡോടെ കാണുന്ന ആളാണ്.
നമ്മിൽ അങ്ങനെ പ്രതീക്ഷ വെക്കുന്ന ആളുമാണ്. അങ്ങനെയുള്ളൊരു നാളെയെ സ്വപ്നം കാണുമെന്നും അങ്ങനെയുള്ളൊരു നാളെയുടെ സൃഷ്ടിപ്പിന് വേണ്ടി തൻ്റെ കയ്യൊപ്പ് ചാർത്തുമെന്നും പ്രതീക്ഷിക്കുന്ന ആളാണ് നമ്മുടെ ക്യാമ്പസിന്റെ നേതൃത്വം. ഞാൻ പറയുന്നു, നമുക്ക് കഴിയും. നാം അങ്ങനെ ഒരു ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചാൽ ഈ ഒരു തുടക്കം അതൊരു കൊടുങ്കാറ്റായി മാറും. അങ്ങനെ മാറ്റാൻ നമുക്ക് കഴിയും എന്നതാണ് എൻ്റെ ആത്മവിശ്വാസം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒന്നാമതായി നമ്മുടെ ടൂൾ PR ആണ്. ഈ PR ആക്ടിവേഷൻ ചെയ്യുന്നതിലൂടെ തീർച്ചയായും നമ്മുടെ വലിയൊരു അധ്യായം മാറും. നേരത്തെ ഞാനൊരു സംഭവം സൂചിപ്പിച്ചിരുന്നു. ഒരു ക്യാമ്പസിൽ ആ ലഹരിക്ക് പിടിക്കപ്പെട്ട വിദ്യാർത്ഥി പെട്ടെന്ന് മാറി. എങ്ങനെ മാറിയെന്നറിയോ? PR ആണ് അവിടുത്തെ പ്രധാന മാറ്റർ അതാണ്. പക്ഷെ PR അദ്ദേഹത്തിന് നേരത്തെ ഉണ്ട്. പക്ഷെ അദ്ദേഹം DRS, ഡൂയിങ് റെക്കോർഡിംഗ് ഷെയറിംഗ് മോഡലിൽ പരിശീലിച്ചപ്പോൾ വേറെ തന്നെ മറ്റൊരു റിസൾട്ട് ഉണ്ട്. അദ്ദേഹം ഒരു തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് നേരത്തെ തന്നെ. പക്ഷെ വന്നതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് ഇതല്ല, ഇതിന്റെ മറുവശത്ത് ഇതിലെയും മേലെ ഒരു ലോകമുണ്ട് എന്നുള്ളത്. അപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിയുന്നത്. ലൈക്ക് മൈ, അത് ചെയ്തു. കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹം റിസൾട്ട് ഉണ്ടാക്കി. ഇത് ഒറ്റപ്പെട്ട ഒരു റിസൾട്ട് അല്ല.